ഇപ്പം കോൺഗ്രസ് നിന്ന് ഇപ്പം നാളെ വരാൻ തയ്യാറായിട്ട് ആരുമില്ല. പക്ഷെ അങ്ങനെയല്ല, CPM നിന്ന് വരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ. ലീഗിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ലെവൽ, ആ കംഫർട്ട് ലെവൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായകരമാവും. DYFI ചെയ്യുന്നത് വളരെ നല്ല കാര്യം. ഈ കേരള സ്റ്റോറി ഇറക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്തൊരു വലിയ പാതകം. ശശി തരൂർ BJPയിൽ വരുമെന്ന് ഞാൻ ഒരു നിമിഷത്തിലും പറഞ്ഞിട്ടില്ല. CPM-നോടുള്ള സ്നേഹം കൊണ്ട് BJP വോട്ട് ചെയ്യുന്ന ആൾക്കാർ. കേരളത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് എന്തോ ഒരു അപരാധമാണ് എന്നുള്ളൊരു ധാരണ മാർക്സിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ചു. BJP ഈസ് ഓൺ ദ റൈസ്, കോൺഗ്രസ് ഈസ് ഓൺ ദ സ്ലൈഡ്. BJP ഇത്തവണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ പാർട്ടിയുടെ പ്രഭാരി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇത്തവണ മത്സരിക്കുന്നത് ജയിക്കാനാണ്. അപ്പോൾ BJP ഒരു ഇതുവരെ മത്സരിച്ചതൊക്കെ ഒരു 1-2 സീറ്റ് 2-3 സീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇത്തവണ അങ്ങനെയല്ല. BJP ഒരു കേരളത്തിൽ BJP ഒഴിവാക്കിക്കൊണ്ടുള്ള കേരളത്തിലെ ഒരു സർക്കാർ ഉണ്ടാവില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തണം എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. BJP സർക്കാരിൻ്റെ ഭാഗമാകുമെന്നാണോ? BJP ഒഴിവാക്കിക്കൊണ്ടൊരു സർക്കാർ ഉണ്ടാവില്ല. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ സെൻറ്റൻസിനെ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇഷ്ടം. ഞാനൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ടാവും. ആ തലങ്ങൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ പാടില്ല. ഒരു മാച്ച് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബോളും എങ്ങനെ ഞാൻ ഫേസ് ചെയ്യും, ബോൾ ബൈ ബോൾ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലല്ല, അതിലെ സംശയം വരുന്നത് വെച്ചാൽ കേരളത്തിലെ LDF ഉം UDF വന്നിട്ടുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു മുന്നണി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിൽ മാറ്റം വരുമെന്നാണ് ഞാൻ പറയുന്നത്. പറ്റുന്ന ഒരു BJP ലീഡർഷിപ്പ് വരും, അതിലൊക്കെ മാറ്റം വരും എന്നാണ് ഞാൻ പറയുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്നത്തെ ഞാൻ ഈ നിമിഷത്തെ അവസ്ഥയാണ് പറയുന്നത്. അതായത് ഈ അവസ്ഥ ഒരുപക്ഷെ നാളെ മാറാം, അത് കൂടുതൽ അനുകൂലമാകാം. ഇപ്പം ഞാൻ പറയുന്ന അത്ര അനുകൂലമാവാതിരിക്കുകയും ചെയ്യാം. വളരെ കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെ വലിയൊരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അത് ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, ആ പാർട്ടിക്കകത്തുണ്ട്. അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. കാരണം അല്ലല്ല, അതൊക്കെ ഇപ്പോഴുള്ള ചിത്രമല്ല. ആ ചിത്രമൊക്കെ മാറാം. കാരണം കോൺഗ്രസ്സിനെ ആരും ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയുള്ള രാഷ്ട്രീയക്കാരും കോൺഗ്രസ്സിനെയല്ല ഒരു ഓപ്ഷനായിട്ട് കാണുന്നത്, BJPയാണ് ഓപ്ഷനായിട്ട് കാണുന്നത്. അത് വളരെ ക്ലിയറാണ്. കാരണം BJP ഈസ് ഓൺ ദ റൈസ്, കോൺഗ്രസ് ഈസ് ഓൺ ദ സ്ലൈഡ്. അതിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരു റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സിഗ്നൽ ഇപ്പോഴും കോൺഗ്രസ്സിൽ നിന്ന് ഇപ്പോഴും എമിനേറ്റ് ചെയ്തിട്ടില്ല. കോൺഗ്രസിൻ്റെ ഒരു സ്പേസ് ആണ് BJP കൈയടക്കാൻ ശ്രമിക്കുന്നത്. അല്ല, ഞങ്ങൾ രണ്ടുപേരുടെ സ്പേസ്, CPM-ൻ്റെ സ്പേസിലും വലിയ തോതിൽ ഞങ്ങൾ സ്വാധീനം ഉണ്ടാക്കില്ല. CPM-ൽ നിന്നും ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പം വന്നിരിക്കുന്ന ആൾക്കാർ, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് CPM-ൻ്റെ ഏരിയ സെക്രട്ടറി വരെയുള്ള ആൾക്കാർ വന്നില്ലേ. ഇനിയും ധാരാളം ആൾക്കാർ വരാനുള്ള ആൾക്കാരെ ഞങ്ങൾ സമയം തീരുമാനിക്കാത്തത് കൊണ്ടാണ് വരാത്തത്. ഡെഫിനറ്റ്ലി കോൺഗ്രസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ വരാം. അത് വലിയ ഇഷ്യൂ അല്ല. ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും ധാരാളം ആൾക്കാർ വരാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ നിന്ന് ശശി തരൂർ അടക്കം ഒരുപാട് പേരുടെ പേരുകൾ നമ്മൾ കുറേ നാളായിട്ട് കേട്ടോണ്ടിരിക്കും. പക്ഷെ അവരാരും അങ്ങോട്ട് വന്നെത്തിയിട്ടില്ല. ശശി തരൂരിൻ്റെ പേര് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എൻ്റെ പോയിൻ്റാണ് പറഞ്ഞത്. ഞാനൊരു വളരെ സീരിയസ് ആയിട്ട് പൊളിറ്റിക്സിനെ അനലൈസ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ശശി തരൂർ BJPയിൽ വരുമെന്ന് ഞാൻ ഒരു നിമിഷത്തിലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇൻഡിവിജ്വൽ ടോക്കിൽ പോലും ആരോടും പറഞ്ഞിട്ടില്ല ശശി തരൂർ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇന്നും ഞാൻ വിശ്വസിക്കുന്നത് ശശി തരൂർ കോൺഗ്രസ് തന്നെ നിൽക്കും. അല്ല, ഞാൻ കോൺഗ്രസ്സിൽ ആരൊക്കെ വരും എന്നുള്ളതിലേക്ക് പോകുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ മൊമെൻ്റ് ഉണ്ടല്ലോ, ഈ മൊമെൻറ്റിനെ കുറിച്ച് നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം കോൺഗ്രസ് നാളെ വരാൻ തയ്യാറായിട്ട് ആരുമില്ല. പക്ഷെ അങ്ങനെയല്ല, CPM നിന്ന് വരാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്.
വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ അങ്ങ് ആദ്യം പറഞ്ഞ ഒരു ഞാൻ ഒരു നിമിഷം ശരി ഞങ്ങൾ റെഡിയാണ് വന്നോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ റെഡിയാണ്. അത്ര അങ്ങ് മറ്റേ കയ്യാലപ്പുറത്ത് നിൽക്കുകയാണ്. ഡെഫിനറ്റ്ലി CPM കടന്നു പോകുന്ന ഒരു ടെർമോയിലിനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ട് അറിയുന്നില്ല എന്ന് എനിക്കറിയില്ല. അല്ല, പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ BJPക്ക് പൊളിറ്റിക്കൽ ഇന്റലിജൻസ് വെച്ചിട്ട് അത് ഇപ്പൊ കാഷൻ ചെയ്യുകയല്ലേ വേണ്ടത്? അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ആ അത് ചെയ്യുന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഓരോ നിമിഷവും സാഹചര്യം മാറിക്കൊണ്ടിരിക്കും. ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച്, കാരണം അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ വികാരമാണ് ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും പ്രകടിപ്പിക്കുക. ഇപ്പോൾ ജനങ്ങളുടെ വികാരം സർക്കാരിനെതിരാണ് എന്ന് വരുമ്പോൾ അത് CPM-നകത്ത് തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലത്തിൽ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റിയത്. BJP-യുടെ സംഘടനാ ശേഷി കൊണ്ടല്ലല്ലോ എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റിയത്. വർക്കല പോലത്തെ മണ്ഡലത്തിൽ ഞാൻ 5000 വോട്ടിന് വരെ അടുത്തെത്താൻ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ഒരു ഇത് അത് ഇപ്പോഴുള്ളതല്ല, അത് അന്നുണ്ടായിരുന്നു. പക്ഷെ അത് BJP-ക്ക് അന്ന് വേണ്ടത്ര അത് വിജയത്തിലെത്തിക്കാൻ BJP-ക്ക് സാധിച്ചില്ല. പക്ഷെ അതിന് വരുമ്പോഴത്തേക്കും അതിനൊരു പേഴ്സണൽ വോട്ടുകളോട് വരുന്നത് മാറ്റിങ്ങലിലെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ കുടുംബാംഗങ്ങളൊന്നും അല്ലല്ലോ അവിടെയുള്ള പ്രഭാവം ഒരു ഫിനോമിനല്ലേ. എല്ലാവർക്കും വ്യക്തിപ്രഭാവം ഉണ്ടാവില്ല. എതിരായിട്ട് മത്സരിക്കുന്ന ആൾക്ക് വ്യക്തിപ്രഭാവം ഇല്ലഞ്ഞിട്ടാണോ? അവർ രണ്ടുപേരും വ്യക്തിപ്രഭാവം കുറഞ്ഞ ആൾക്കാരായിരുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ മുന്നിൽ വന്നില്ലേ? ഈ ഇപ്പം സിറ്റിംഗ് MP, സിറ്റിംഗ് MLA. എനിക്ക് ആ കോൺഷ്യൻസുമായിട്ട് ഞാൻ അവിടെ പോയി ഒരു കൊല്ലം വർക്ക് ചെയ്തു എന്നുള്ളതല്ലാതെ എനിക്ക് അവിടുത്തെ വേറെ എന്ത് ബന്ധമുള്ളൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പോലും എനിക്ക് അത്രയും വോട്ട് കിട്ടിയെന്നാണ് ഞാൻ പറയുന്നത്. ഈ നേരത്തെ ആദ്യം പറഞ്ഞ ഇതുണ്ടല്ലോ, ഈ BJP-യുടെ ഇതില്ലാതെ ഒരു സർക്കാർ കേരളത്തിൽ അടുത്തൊരു സർക്കാർ വരില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോ. അപ്പം അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് LDF-ഉം UDF-ഉം തമ്മിൽ ഉണ്ടാവുകയും അതിനകത്ത് BJP 1, 2, 3 ആയാലും BJP അതിനകത്ത് ഒരു നിർണായക ശക്തിയായി മാറും എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഞാൻ 1-2 സീറ്റിൻ്റെ ഒന്നല്ല പറയുന്നത്. അല്ല, 1-2 സീറ്റില്ല. ഇപ്പോൾ 68-69 നിന്നിട്ട് 2 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞാൽ, പക്ഷേ അതിലൊരു 20 ഒരാൾ നിന്ന് കഴിഞ്ഞാൽ 41 സീറ്റുള്ള ഒരു സഭയാണെങ്കിൽ ആ ഒരാളെ വെച്ചിട്ട് മാനേജ് ഇതാക്കാം. അതൊന്നുമല്ല. പക്ഷെ അതിലൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നം വരും ഇപ്പോഴും. എന്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ BJP-യുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് 140-ൽ 30 സീറ്റ് കിട്ടിയാൽ നമ്മൾ സർക്കാർ രൂപീകരിക്കുമെന്നാണ്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് V. മുരളീധരൻ്റെ വാക്കുകൂടെ ജനം കേൾക്കുന്നത്. അപ്പോൾ അതിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ട്? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 0 ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ നിമിഷത്തിലെ സാഹചര്യം വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സാഹചര്യം മാറാമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. കാരണം അതായത് BJP-ക്ക് എത്രമാത്രം ഫലപ്രദമായിട്ട് ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനനുസരിച്ചിരിക്കും തുടർന്ന് അങ്ങോട്ടുള്ള മൊമെൻറ്റം ഇംപ്രൂവ് ചെയ്യോ അതോ പോകുമോ എന്ന് അങ്ങ് പറഞ്ഞ ഈ വാദത്തിൽ തന്നെയുള്ള എൻ്റെ സംശയങ്ങളാണ് പറയുന്നത്. ഇപ്പം കോൺഗ്രസിനെ കുറിച്ചുള്ള, കോൺഗ്രസിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ആൾക്കാർ വരാമെന്ന് പറഞ്ഞു. ഓക്കെ, പക്ഷേ CPM ആണ് BJP-യിലേക്ക് വരേണ്ട ഒരു സ്ഥലം. ആ സ്പേസാണ് BJP കൈയടക്കാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയാണ് CPM. BJP-യെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു പാർട്ടി എന്നല്ല, ഹിന്ദു പാർട്ടി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞ ഹൈന്ദവ ഒരു അതല്ല, അതായത് കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ കേരളത്തിലെ വർക്കിംഗ് ക്ലാസ്, അതെ, അവിടെയാണ് ഇന്ന് സഫർ ചെയ്യുന്നത്. അതെ, അവിടെയാണ് BJP വരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ഒരു വാദം ഞാൻ കേട്ടിരുന്നത് അങ്ങ് BJP സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ്. ആ സമയത്ത് ഒരുപാട് ദളിത് സംഘടനകൾ, ഹിന്ദു ദളിത് സംഘടനകൾ, ചെറിയ ചെറിയ സാമുദായിക ഗ്രൂപ്പുകൾ, ഇത്തരം വിഭാഗങ്ങളെല്ലാം BJP-യുടെ ഒപ്പം ചേർക്കാനും CPM-ൻ്റെ കേന്ദ്രങ്ങളിലേക്ക് വളരെ ജാഗ്രതയോടെ ഇറങ്ങാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു.
വി മുരളീധരൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത്. അതിനുശേഷം സുരേന്ദ്രൻ വന്നു, അപ്പോഴും ഇത് തുടർന്നു. ഇതിൽ നിന്ന് വലിയൊരു പാരഡിയം ഷിഫ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോഴുണ്ടായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ വന്നപ്പോഴത്തേക്ക് ഇതല്ല ബി ജെ പിയുടെ നയം. ബി ജെ പി ഒരു ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ്, ഒരു അപ്പർ ക്ലാസ് പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ഈ പറയുന്നതിനകത്ത് അങ്ങ് പറയുന്നതും ബി ജെ പിയുടെ ഇന്നത്തെ പോളിസി തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ ആകെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരുടെയും ഭരണത്തിൽ കേരളത്തിൻ്റെ വികസനം ഇല്ലാതായി. അത് ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങ് പറയുന്ന പോലെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഇത് രണ്ട് ലെവലിലാണ്. കാരണം അദ്ദേഹം പറയുന്ന പോയിന്റ് ഞാൻ പറയുന്ന പോയിന്റ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന പോയിന്റ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളത് ക്യാച്ച് ചെയ്യുന്നതിന് പകരം ഇത് ക്യാച്ച് ചെയ്യും. അതായത് കേരളം 1957 തൊട്ട് കേരളം രൂപീകൃതമായത് തൊട്ട് 68 കൊല്ലമായി. ഈ 68 കൊല്ലക്കാലത്തിനിടയിൽ കേരളം ഭരിച്ച മുന്നണികൾ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ, അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ആളുകൾ തൊഴിൽ തേടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യരാജ്യങ്ങളിലേക്കും പോകേണ്ടി വന്നത്. ഇതൊക്കെ ബി ജെ പി നേരത്തെ മുതലേ പറയുന്നതാണ്. ഇതൊന്നും രാജീവ് ചന്ദ്രശേഖർ അതിനൊരു പുതിയ ടെർമിനോളജി കൊടുത്തു, വികസിത കേരളം. കാരണം പ്രധാനമന്ത്രി വികസിത ഭാരതം എന്നുള്ള ഒരു ടെർമിനോളജി ഉണ്ടാക്കിയപ്പോൾ ആ ടെർമിനോളജിയോടൊപ്പം വികസിത ഭാരതം സാധ്യമാണെങ്കിൽ വികസിത കേരളം വേണം, വികസിത കേരളത്തിലൂടെ അത് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടാണ്. പക്ഷേ അതിനർത്ഥം ഈ പറഞ്ഞതിനെയൊക്കെ നെഗറ്റ് ചെയ്യുന്നു എന്നല്ല. ഇത് പ്രാവർത്തികമാക്കി ഇതേ കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതികളിൽ കുറച്ചും കൂടി ഒരു നേരത്തെ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്കുള്ള ഒരു എഫർട്ട് കൂടി രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി. അത് ഈ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയതല്ല. ഈ അടുത്ത കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി കേരളത്തിൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഇസ്ലാമിക ഭീകരവാദം, അതിന് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും സർക്കാരുകളും സർക്കാരില്ലാത്ത സമയത്തും അവരിൽ നിന്ന് കിട്ടുന്ന ഒരു കവേർഡ് സപ്പോർട്ട്, ആ സപ്പോർട്ട് കേരളത്തിൽ അപകടകരമായിട്ടുള്ള ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നു. ആ എക്കോസിസ്റ്റമാണ് കേരള സ്റ്റോറിയെ ഒക്കെ പരസ്യമായിട്ട് എതിർക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡിലേക്ക് എല്ലാവരും എത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല, ബാക്കിയുള്ള ആൾക്കാർ എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറി. നിയമത്തിൻ്റെ വഴിയിലൂടെ ചോദ്യം ചെയ്യുക. മുഖ്യമന്ത്രി ട്വീറ്റ് ചെയ്യലല്ലോ വേണ്ടത്. മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ ഇത് നിയമവിരുദ്ധമാണെങ്കിൽ നിയമപരമായിട്ട് നടപടിയെടുക്കണം. മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി അനുവദിച്ചു. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അതിൻ്റെ പ്രദർശനം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ DYFI അതിനെതിരായിട്ട് പ്രകടനം നടത്തുന്നു. DYFI പ്രകടനം നടത്തുന്ന ആർക്കെതിരായിട്ടാണ്? ഹൈക്കോടതിക്കെതിരായിട്ട്. അപ്പോൾ പക്ഷേ ഹൈക്കോടതിക്കെതിരായിട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കെതിരായിട്ട്. ഭരണഘടന ഡിഫൈൻ ചെയ്യാനുള്ള അധികാരമാണ് ഹൈക്കോടതിക്ക്. ആ ഭരണഘടന ഡിഫൈൻ ചെയ്തിട്ട് ഹൈക്കോടതി പറയുന്നു നടത്തുന്നതിൽ കുഴപ്പമില്ലെന്ന്. നടത്തുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് DYFI പ്രകടനം നടത്തുമ്പോൾ നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയുള്ള ആൾക്കാർ അടക്കം DYFI ചെയ്യുന്നത് വളരെ നല്ല കാര്യം, ഈ കേരള സ്റ്റോറി ഇറക്കുന്ന ആൾക്കാർ ചെയ്യുന്നത് എന്തൊരു വലിയ പാതകം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല. ഞാൻ പറയുന്നത് ഈ ഒരു തിങ്കിങ് വരുന്നത് കേരളത്തിൽ ഹിന്ദു എന്ന് പറയുന്നത് എന്തൊരു അപരാധമാണ് എന്നുള്ളൊരു ധാരണ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സൃഷ്ടിച്ചു. കോൺഗ്രസ് അതിനെ എതിർക്കാനുള്ള ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി സൃഷ്ടിക്കുന്ന ഒരു നെറേറ്റീവിൻ്റെ കൂടെ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ ഈവൻ എനിക്കറിയാം, ഞങ്ങൾ ABP ഉണ്ടായിരുന്ന കാലത്ത് സ്വകാര്യ മേഖലയിൽ ഒഫ്താൽമോളജി കോഴ്സ് അനുവദിച്ചതിനെതിരായിട്ട് അന്ന് സമരം ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ABPയുടെ നാഷണൽ പോളിസിക്ക് അനുകൂലമായിരുന്നില്ല, അത് അനുസരിച്ചിട്ടായിരുന്നില്ല. കാരണം പ്രൈവറ്റ് സെക്ടറിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാടില്ല എന്നുള്ളൊരു അഭിപ്രായം ABPക്ക് ഇല്ലായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യം ABPയെ പോലും അങ്ങനൊരു സ്റ്റാൻഡ് എടുക്കാൻ നിർബന്ധിതമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സാഹചര്യം മാറി. നേരത്തെ പറഞ്ഞ ഈ ഹിന്ദു ഒരു അപരാധമാണ്, അങ്ങനത്തെ ഒരു നെറേറ്റീവ് കേരളത്തിലില്ല. അതെനിക്കൊന്ന് BJP തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നെറേറ്റീവാണ്. നെറേറ്റീവ് ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അല്ലല്ല, ചോദ്യത്തിലേക്ക് ഞാൻ പറയാം. എന്താ വെച്ചാൽ കേരള സ്റ്റോറിയുടെ ലീഗൽ ആസ്പെക്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരള സ്റ്റോറി ഒരു ശരിയായ
മെസ്സേജാണ്. കേരള സ്റ്റോറിയിൽ പറയുന്നത് വാസ്തവമാണെന്ന് വി മുരളീധരൻ ചിന്തിക്കുന്നുണ്ട്. ഞാൻ കേട്ടെ, ശരി തെറ്റും ആര് തീരുമാനിക്കും? അല്ലല്ല, താങ്കളെ ചിന്തിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശരിയാണെന്ന് എനിക്ക് ഇൻഡിവിജ്വലായിട്ടൊന്ന് തോന്നാം, നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നാം. അപ്പോൾ ആരാ തീരുമാനിക്കേണ്ടത്? ഭരണഘടന. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനലി ഇറ്റ്സ് റൈറ്റ്. അപ്പോൾ പിന്നെ വേറെ ഫർദർ ചർച്ചയില്ലല്ലോ. ഇല്ല, കേരള സ്റ്റോറിയെ വി മുരളീധരൻ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ? കേരള സ്റ്റോറി, അതായത് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാം. ഞാൻ അനുകൂലിച്ചാലും എതിരായാലും അൾട്ടിമേറ്റ്ലി രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഒരു ഫിലിം ഇറക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് കോടതിയാണ്. നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് പറയുന്നത്? ആ ചിത്രത്തിന്റെ കണ്ടന്റിനോട് വി മുരളീധരൻ യോജിക്കുന്നുണ്ടോ എന്ന് ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ചിത്രം കണ്ടിട്ടില്ല. ചിത്രം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ ചിത്രത്തിൽ എന്തെങ്കിലും പോഷമുണ്ടോ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ഇത് അവർ കണ്ടിരുന്നു, എനിക്കതിൽ തെറ്റൊന്നും തോന്നിയിട്ടില്ല. ഈ സ്റ്റോറി ഇതിനെക്കുറിച്ച് അൾട്ടിമേറ്റ് ഡിസിഷൻ എടുക്കേണ്ടത് കോടതിയാണല്ലോ. അതല്ലേ നമ്മുടെ ഭരണഘടന. അതിലല്ലേ നമ്മൾ ഭരണഘടനയെ ഭരണഘടന പൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാർ ഈ വിഷയം വരുമ്പം ഭരണഘടനയ്ക്ക് പ്രാധാന്യമില്ല. അല്ല, അതിലൊരു ഇഷ്യൂ എന്തെന്ന് പറഞ്ഞാൽ, അങ്ങ് പറയുന്നതിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ, കോടതിക്ക് അതിലൊരു ഈ അനിൽ ചോദിച്ച പോലെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തത് കേന്ദ്രത്തിൻ്റെ അധികാരത്തിന് കീഴിലുള്ള സെൻസർ ബോർഡിന് അതിന് അനുമതി കൊടുക്കുകയാണ്. അപ്പോൾ കോടതി പറയുന്നത് സെൻസർ ബോർഡ് അനുമതി കൊടുത്തു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. സെൻസർ ബോർഡിന് സെൻസർ ബോർഡിന് കോടതി പറയുന്നത് സെൻസർ ബോർഡ് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വക്കീലന്മാർക്ക് ആർക്കും നിയമം അതിന് അപ്പുറത്ത് പോകാൻ അറിയില്ലെന്നാണ് പറയുന്നത്. സംഭവിച്ചാൽ സെൻസർ ബോർഡിൻ്റെ അനുമതിയെ ക്വസ്റ്റ്യൻ, അതായത് സെൻസർ ബോർഡ് ഈ രാജ്യത്തെ ഭരണഘടനയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന അതോറിറ്റി ഒന്നുമല്ലല്ലോ. എല്ലാ പ്രൊവിഷൻസിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ലീഗൽ പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിലുണ്ട്. ആ ലീഗൽ പ്രൊവിഷൻസ് ഉപയോഗിക്കാൻ ഇവർക്ക് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾക്ക് ഒന്നുകിൽ അതിനുള്ള ലീഗൽ പോയിന്റ് അറിയാത്തതോ അല്ലെങ്കിൽ ധൈര്യമില്ലാത്തതോ അല്ലെങ്കിൽ കഴിവില്ലാത്തതോ എന്തൊക്കെ പോരായ്മയുണ്ടാവും. അതെന്താണെന്ന് എനിക്കും അറിയില്ല. ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പോകേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ അതോറിറ്റി ഭരണഘടനയാണ്. പക്ഷേ നമ്മളിപ്പോൾ റീസെന്റ് LST ഇലക്ഷൻ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അവർ വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. എവിടെ? നമ്മുടെ ലോക്കൽ ബോഡി പോൾസ്. അതിനെ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരിക്കലും ഡിക്ലെയർ ഞാൻ പറയട്ടെ, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ധാരാളം ഫാക്ടേഴ്സ് ഉണ്ട്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പിന്നെ രണ്ട് കാരണങ്ങളായിരുന്നു. ഒന്ന്, കേരളത്തിലെ സാഹചര്യം ദേശീയതല, ഞാൻ പറഞ്ഞത് നാഷണൽ സാഹചര്യമാണ്. ദേശീയത ഭിന്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസ്സിന് ഭരണം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ. പക്ഷേ ആളുകൾ ഒരു വൈഡർ പിക്ചർ നോക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ചോദ്യത്തിന് ഞാൻ കോൺഗ്രസ് ഡിക്ലൈനിങ് ഫോഴ്സ് എന്ന് പറയാനുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ കാരണം CPM നിൽക്കുന്ന ആളുകൾ, CPM ഇനി ബാക്കിയിരിക്കുന്നത് ആകെ കേരളത്തിലാണ്. വേറെ എവിടെയും ഒരു റിവൈവലിന് പോലും സ്കോപ്പില്ലാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ പോലും ഇല്ലാതെ നിൽക്കുകയാണ്. കാരണം ബംഗാളിൽ കഴിഞ്ഞ 2 ഇലക്ഷനിൽ ഒരൊറ്റ സീറ്റില്ല. നിങ്ങൾ കേരളത്തിൽ നിന്നിട്ട് നിങ്ങൾക്കതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആലോചിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ അറിയോ? കേരളത്തിൽ BJPക്ക് ഒറ്റ സീറ്റില്ല, ബംഗാളിൽ CPM ഒറ്റ സീറ്റില്ല. പക്ഷേ കമ്പാരിസൺ അവിടെ അവസാനിക്കുന്നില്ല. കേരളത്തിൽ BJP ഒരിക്കലും ഭരിക്കാത്ത പാർട്ടിയാണ്. ബംഗാളിൽ CPM ഇത്രയും കാലം ഭരിച്ചൊരു പാർട്ടി. ആ പാർട്ടി ചെറുതാവുന്നത് മനസ്സിലാക്കാം, നശിക്കുന്നത് ശോഷിക്കുന്നത് മനസ്സിലാക്കാം. ഒറ്റ സീറ്റില്ലാത്ത വിധത്തിൽ മത്സരിക്കാൻ ആളില്ലാത്ത സ്ഥിതിയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ഞാനവിടെ ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തിട്ടില്ല. 3-4 ആഴ്ച ഞാൻ ബംഗാളിലുണ്ടായിരുന്നു. ഞാൻ മുന്നിലിരിക്കുന്ന BJPയുടെ നേതാക്കന്മാരോട് എന്തായിരുന്നു നേരത്തെ ചോദിക്കുമ്പോൾ പറയുന്നത്, ഞാൻ CA2 സെൻട്രൽ കമ്മിറ്റി മെമ്പർ. ആ സാഹചര്യം കേരളത്തിൽ വരും ഭാവിയിൽ. അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആ സാഹചര്യം കേരളത്തിൽ വരുമെന്ന് ഞാൻ പറയുന്നത്. അത് കോൺഗ്രസിലേക്കല്ല പോവുക, BJPയിലേക്കാണ് വരിക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബംഗാളിൽ കോൺഗ്രസിലേക്ക് പോകാമായിരുന്നല്ലോ.
CPM-കാർക്ക്. അല്ല, അവിടെ കോൺഗ്രസ് ഒരു വളരെ വീക്ക് ഫോഴ്സ് ആയിരുന്നു ബംഗാളിൽ. ബംഗാളിൽ വീക്ക് എന്ന് പറഞ്ഞാൽ അതുപോലെയല്ലല്ലോ. BJP-യേക്കാൾ സ്ട്രോങ് ആയിരുന്നല്ലോ. അതായിരുന്നു. അതായത് മമതാ ബാനർജി അതിന് മുമ്പേ വന്നല്ലോ. അല്ല, മമതാ ബാനർജി വന്നെങ്കിലും BJP-യേക്കാൾ എത്രയോ ശക്തമായിട്ടുള്ള പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ. ഇല്ല, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് 2018 തെരഞ്ഞെടുപ്പ്, 2019 തെരഞ്ഞെടുപ്പ്, 2021 തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് BJP-ക്ക് 2 സീറ്റ് 3 സീറ്റ് നിയമസഭയിൽ, ലോക്സഭയിൽ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്ന സീറ്റില്ലായിരുന്നു. പക്ഷേ ബംഗാളിലെ CPM-കാർ ഒന്നുകിൽ തൃണമൂലിൽ പോയി, അല്ല BJP-യിൽ പോയി, കോൺഗ്രസ് പോയി. കാരണം കോൺഗ്രസിൻ്റെ നാഷണൽ ലീഡർഷിപ്പ് ഡസൻ ഇൻസ്പയർ. അല്ല, എല്ലാ പാർട്ടികൾക്കും ഡിക്ലൈനിങ് ഗ്രോത്ത് ഉണ്ടാകാറുണ്ട്. പക്ഷേ താങ്കളീ പറഞ്ഞ BJP ഗ്രോത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, BJP വലിയൊരു ഫോഴ്സ് ആകുന്നത്. അതിന് എന്ത് ബേസ് ആണുള്ളത്? കാരണം 2025 ലോക്കൽ ബോഡി ഇലക്ഷനിൽ താങ്കൾ തന്നെ പറഞ്ഞ പോലെ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയെന്ന് ചോദിച്ചാൽ BJP-ക്ക് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. BJP-യുടെ വോട്ട് പെർസെൻറ്റേജ് ഞങ്ങൾ ഫോക്കസ് ചെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷനാണെന്ന് വെച്ചു. അപ്പോൾ ബാക്കി 13 ജില്ലകളും വിട്ടിട്ട് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരർത്ഥത്തിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതൊരു വേണമെങ്കിൽ എടുക്കാം. അല്ല, എന്ത് ബേസിലാണ് BJP വലിയൊരു ഫോഴ്സ് ആകുമെന്ന് ഒരു BJP നേതാവ് ക്ലെയിം ചെയ്യുന്നത്? സാഹചര്യം അങ്ങനെയാണെന്നുള്ളത്. അല്ല, അതിനെന്തെങ്കിലും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണ്ടേ? സബ്സ്റ്റാൻഷ്യൽ രാഷ്ട്രീയത്തിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഐ കനോട്ട് ഓപ്പൺ ദ കാർഡ്സ്. അല്ല, ഈ വോട്ടർമാർക്ക് വോട്ട് ചെയ്യുക, ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾ ജയിക്കും നാളെ എന്നൊരു തോന്നലുണ്ടാകണം. ആ ഒരു തോന്നലിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടാണ് BJP-ക്ക് ഇപ്പം നിയമമോ സുരേഷ് ഗോപിയോ ഒഴികെ, അത് രണ്ട് സാഹചര്യങ്ങളാണ്. ഒരിക്കലും BJP സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ ജയിക്കാൻ കഴിയാത്തത്. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ BJP സ്ഥാനാർത്ഥികളോ കേരളത്തിലെ BJP-യോ വോട്ടർമാരെ ഇൻസ്പയർ ചെയ്യുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ യാഥാർത്ഥ്യത്തെ നമുക്ക് വെസ്റ്റ് ബംഗാളിലെയോ അല്ലെങ്കിൽ നാഷണൽ ഒരു സിനാരിയോ ഒന്നും വെച്ചുകൊണ്ട് നമുക്ക് മറയ്ക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിൽ BJP ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20% വോട്ട് കിട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാറ്റ് പോകുന്ന വരെ താഴോട്ട് വന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും പോവുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, അതിനകത്തൊരു മോഡി എഫക്റ്റ്. ഞാൻ പറഞ്ഞുതരാം കുറച്ചുകൂടി ഇതായിട്ട് പറയാം. അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് വളരെ കുറച്ച് മാത്രമേ അതിലുള്ളൂ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു 1/3 പൊളിറ്റിക്സ് ഉണ്ടാവും. ജില്ലാ പഞ്ചായത്തുകളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് BJP ഇത്തവണ ആ നിലയിൽ ജില്ലാ പഞ്ചായത്ത് ഫോക്കസ് ചെയ്തിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഫോക്കസ് ചെയ്തിട്ടില്ല. ഉണ്ടാവില്ലല്ലോ, ഫോക്കസ് ചെയ്തിട്ടില്ല. അത് ശരിയാണ്. അതൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. രണ്ടു കൂട്ടർ തളരും. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് CPM-ഉം കോൺഗ്രസും ലീഗും തളരണം. എന്നാലും നമ്മളിപ്പോ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇലക്ഷൻ ഒരു യുദ്ധം പോലെയാണ്. പല യുദ്ധത്തിൽ എല്ലാ തന്ത്രങ്ങളും അങ്ങനെ ഇപ്പോഴേ ഇത് ചെയ്യാൻ പാടില്ലല്ലോ, റിവീൽ ചെയ്യാൻ പാടില്ല. മുഖ്യ ശത്രുവൊന്നുമില്ല, രണ്ടു കൂട്ടരും ഒരേപോലെ ശത്രു. കാരണം ഇവരൊറ്റ അലയൻസ് അല്ലേ ഡൽഹിയിൽ. ഈ അതിർത്തി ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിലൊന്നും പോട്ട, നമ്മുടെ ഈ പാറശാല കഴിഞ്ഞ ഇവർ ഒരുമിച്ചല്ലേ? കോൺഗ്രസും DMK-യും CPM-ഉം ഒറ്റ മുന്നണിയല്ലേ? അല്ല, സാറെ ചോദിച്ചത് BJP-യുടെ തൊട്ടടുത്ത ശത്രു ആരാണ്? BJP-യുടെ തൊട്ടടുത്ത് ഇപ്പം രണ്ടു കൂട്ടർ ഒരേപോലെ. ഞങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. CPM-നോട് ചോദിച്ചാൽ അവർ പറയും കോൺഗ്രസ് ആണെന്ന് പറയും, കോൺഗ്രസിനോട് ചോദിച്ചാൽ പറയും അത് അവർ പറഞ്ഞോട്ടെ. പക്ഷേ അവരിത് പറയുന്നത് ഒരു അടവ് നയമാണ്, അല്ലാതെ അവരുടെ യഥാർത്ഥ ശത്രുവല്ല. അവർ ശത്രുവാണെങ്കിൽ പാറശാല കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇവർ ഒരുമിച്ചല്ലേ? അല്ല, നമുക്ക് ഒരു പ്രധാന ശത്രുവിനെ പോലും കണ്ടെത്താൻ കഴിയാത്തതല്ല, ഞങ്ങൾ രണ്ടുപേരെയും ഒരേപോലെ കാണുന്നതുകൊണ്ട്. പറ്റുമല്ലോ. ഞങ്ങൾ ഇത്രയും കാലം അങ്ങനെ നേരിട്ടിട്ടല്ലേ മുന്നോട്ട് വന്ന്. ഞങ്ങൾ ഇത്രയും കാലം രണ്ടു കൂട്ടരെയും ഒരുമിച്ച് നേരിട്ടിട്ട് തന്നെയാണ് മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളെ നേരിട്ടിട്ടല്ലല്ലോ മുന്നോട്ട് വന്നത്. കേരളം പോലൊരു ചെറിയ പൊളിറ്റിക്കൽ സ്പേസിൽ 3 ഫ്രണ്ടിനുള്ളൊരു
സ്ഥലമില്ല. ഒരു സ്ഥലത്ത് ഇപ്പൊ അപ്പൊ ഒരു BJP ഭരണം- വെക്കും, ആ. എന്നാൽ അപ്പുറത്ത് ആരായിരിക്കും അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കും അത് ആരാണ്. നമുക്ക് ഉറപ്പില്ല. ഞാനതെന്തിനാ അല്ല, ഞാൻ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പുറത്ത് ആരാ തോക്കുന്നത് എന്നുള്ളത് ഞാൻ എന്തിനു പറയുന്നത്? ഞാൻ എൻ്റെ ജയം മാത്രം നോക്കിയാൽ പോരെ. അല്ല ഇപ്പൊ കാരണം ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. നിങ്ങളത് കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം, നിങ്ങളത് എന്നെ അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും മറുപടി പറയിപ്പിക്കാനാണെങ്കിൽ ഞാൻ 40 കൊല്ലമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾ സംസാരിക്കുന്നത് പോലെ തന്നെ എനിക്കും അങ്ങോട്ട് സംസാരിക്കാൻ അറിയാം. ലളിതമായിട്ട് പറഞ്ഞാൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വി മുരളീധരൻ മത്സരിച്ചു. അതെ, ഏറ്റവും അടുത്ത ശത്രുവായിരുന്നു, ഏറ്റവും രണ്ടു തൊട്ടടുത്ത് കൂട്ടരും ഒരേപോലെയായിരുന്നു. അവർ രണ്ടുപേരും പറഞ്ഞത് അല്ലല്ല, ഞാൻ പറയട്ടെ, ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്നപ്പോൾ അവർ 2 പേരും പറഞ്ഞ ഫൈറ്റ് ഞങ്ങൾ തമ്മിലാണെന്നാണ്. മുരളീധരൻ അപ്രസക്താണെന്നാണ് പറഞ്ഞത്. അതെ, മുരളീധരൻ അപ്രസക്താണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ മുരളീധരൻ അപ്രസക്താണെന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളാരും ഗേജ് ചെയ്തിട്ടില്ല. ആ റിസൾട്ട് ഓരോ മനുഷ്യനും ഗേജ് ചെയ്തിട്ടില്ല. ഞാൻ എത്തിയല്ലോ, ഒരു 1.5% വരെ എടുത്ത്. കഴക്കൂട്ടത്ത് ഞാൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോഴും നിങ്ങളാരും പറഞ്ഞിട്ടില്ല ഞാൻ 2ാം സ്ഥാനത്ത് വരുന്നു. അത് തന്നെ ചോദിക്കും. കഴക്കൂട്ടത്ത് താങ്കൾ ഇപ്പോൾ മത്സരിക്കാൻ പോവുകയാണ്. 2016 താങ്കൾ മത്സരിക്കുമ്പോൾ അതിനു മുന്നേ 6% വോട്ടുണ്ടായിരുന്ന മണ്ഡലത്തിലാണ് വി മുരളീധരൻ 31% വോട്ട് പിടിക്കുന്നത്. വളരെ വലിയ നേട്ടം. സിറ്റിംഗ് MLA 3ാം സ്ഥാനത്താക്കുന്നു. തൊട്ടടുത്ത് വീണ്ടും താഴോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ടും താങ്കളിൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് ഫൈറ്റ് ചെയ്യുന്നത് CPM-ന്റെ കടകംപള്ളി സുരേന്ദ്രനെയാണ്. കടകംപള്ളിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ ഞങ്ങളെല്ലാം ചോദിച്ചതിൻ്റെ ഒരു ജിസ്റ്റ് എത്രയേ ഉള്ളൂ. വി മുരളീധരൻ കഴക്കൂട്ടത്ത് ആരെ തോൽപ്പിക്കാനാണ് കണ്ടസ്റ്റ് ചെയ്യുന്നത്? 2 കൂട്ടരും തോൽപ്പിക്കും. കൃത്യമായ മറുപടി പറയില്ല. കൃത്യമായിട്ടുള്ള മറുപടിയാണ്. എനിക്ക് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്ന മറുപടി വളരെ കൃത്യമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് LDF-ന്റെയും UDF-ന്റെ ഒക്കെ നേതാക്കളോട് ചോദിക്കാറുണ്ട്. ഇവർ ഓരോരുത്തരും ഓരോ ക്ലെയിം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അവർക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷേ താങ്കൾ ഇപ്പൊ പറയുന്നതിനെ താങ്കൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നില്ല. അതായത് ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ എന്താ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ തൽക്കാലം അതോടെ വിട്. കാരണം ഞാൻ പറയട്ടെ, നിങ്ങൾ കഴക്കൂട്ടത്തോ എവിടെയോ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആരെങ്കിലും സമ്മതിച്ചിരുന്നോ? സമ്മതിച്ചില്ലല്ലോ. നല്ല മത്സരമാണ് കഴക്കൂട്ടത്തോ മാറ്റി അല്ലല്ല. ഞാൻ പറയാം, എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പറഞ്ഞില്ല 6% 31% ആയത്. 6% 31% ആയതല്ല, അവിടെയാണ്. അല്ലല്ലല്ലല്ല. അതായത് ഈ തിരുവനന്തപുരം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അതിർത്തി ബിട്ടർ റോഡാണ് എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ അപ്പുറത്ത് അണ്ടൂർക്കോണം പഞ്ചായത്താണ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ഇപ്പുറത്ത് കോർപ്പറേഷൻ, അപ്പുറത്ത് അണ്ടൂർക്കോണം എന്ന് പറഞ്ഞാൽ ഒരു റോഡാണോ BJPയുടെ സ്വാധീനത്തെ തീരുമാനിക്കാൻ പോകുന്നത്? വാസ്തവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് ഈ പറഞ്ഞ 30% വോട്ടുണ്ടല്ലോ, ഈ 30% വോട്ട് കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തുമുണ്ട്. പക്ഷെ അത് പോളാവണമെങ്കിൽ ജനങ്ങൾക്ക് BJP ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം വരുമ്പോൾ പോളാവും. നിങ്ങൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യും. പറഞ്ഞില്ലേ, നിങ്ങൾ ഞങ്ങളുടെ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യും. ഞാൻ അതൊന്നും പറയുന്നില്ല. ജനങ്ങൾ വിശ്വസിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ 30% വോട്ട് ഉണ്ടെങ്കിൽ BJP ഇല്ലാതെ ഭരിക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഞാനും പറഞ്ഞിട്ടുള്ളൂ. 30% വോട്ട് എപ്പോഴും ഉണ്ട്. അതിന് ആ പോൾ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്ട്രാറ്റജി ഞാനിപ്പോൾ റിവീൽ ചെയ്യേണ്ട ആവശ്യമില്ല. വിശ്വസിക്കാനുള്ള ഒരു ക്ലൂ ആണ് ഞാൻ തന്നത്. അതായത് ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങൽ ഈവൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട്, ആ വോട്ട് അല്ല നമ്മുടെ ഓപ്റ്റിമം വോട്ട്. അല്ല, ശോഭയ്ക്ക് കുറവായിരുന്നു. ശോഭയ്ക്ക് ലോക്സഭയിൽ കഴക്കൂട്ടത്തല്ല, ആറ്റിങ്ങൽ. ശോഭയ്ക്ക് കഴക്കൂട്ടത്ത് കുറഞ്ഞു പോയി. അത് കാരണം എന്ന് വെച്ചാൽ ശോഭ 15 ദിവസം ഉണ്ടായിരുന്നു. ശോഭ 15 ദിവസമേ എന്ന് പറഞ്ഞാൽ നോമിനേഷൻ കൊടുത്തിട്ടാണ് ശോഭ ഫീൽഡിൽ, മീൻസ് കഴക്കൂട്ടം മണ്ഡലത്തിൽ വരുന്നത് നോമിനേഷൻ കൊടുക്കാനാണ്.
30 സീറ്റ് എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെ എന്തെങ്കിലും ഒരു എസ്റ്റിമേറ്റ് ഉണ്ടോ? ഞങ്ങൾ ഇത്തവണ 140 സീറ്റാണ് ഞങ്ങളുടെ എസ്റ്റിമേറ്റ്. അത് മത്സരിക്കുന്നത് ആ. ജയിക്കുന്നത്? അതിൽ നിന്നാണല്ലോ ജയിക്കുക. പ്രശ്നം എന്താ വെച്ചാൽ BJP നേതാക്കൾ എല്ലാവരും ഈ UDF ഉം LDF ഉം ഒക്കെ 140 തന്നെ മത്സരിക്കുന്നുണ്ട്. അതെ. പക്ഷെ അവര് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് പറയാറുണ്ട്. ഈ BJPക്ക് ഞാൻ അങ്ങനെ ചോദിക്കട്ടെ? റിയലിസ്റ്റിക് ടാർഗറ്റ് ഇല്ലേ? ഞങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ടാർഗറ്റ് ഒക്കെ ഉണ്ട്. അത് പറയുന്ന സമയത്ത് ഞങ്ങൾ പറയും. ഈ നേരത്തെ CPM-നകത്തുള്ള ഇഷ്യൂസിനെ പറഞ്ഞല്ലോ. ആ. CPM-നകത്ത് ഭയങ്കര ടർമോയിലാണ്, അൺട്രസ്റ്റാണ്, അവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും വരാം, അതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ അതേസമയം BJP-യിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തേക്കുള്ളിൽ നമ്മൾ BJP-യിൽ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ CPM-നേക്കാൾ വലിയ ടർമോയിലാണ് നമ്മൾ BJP-ക്ക് ഉള്ളിലും കാണുന്നത്. അങ്ങ് നിഷേധിക്കുമായിരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ഈ മുൻപ് ഉണ്ടായിരുന്ന പല മുതിർന്ന നേതാക്കളെയും കൂടിയാലോചനകളിലും മറ്റൊന്നും പങ്കെടുപ്പിക്കാതിരിക്കുന്നു. പുള്ളിയുടെ ഒരു പ്രത്യേക മുമ്പ് BJP-യുടെ ഒരു സംഘടനാ സംവിധാനത്തിൽ സജീവമല്ലായിരുന്ന പലരും BJP-യുടെ മുഖമായി വരുന്നു, പലരും പിന്നണിയിലേക്ക് മാറുന്നു. പിന്നെ പലരും ഈ പരസ്യമായിട്ട് BJP-യുടെ പല കാര്യങ്ങളിലും പരസ്യമായിട്ട് പ്രതികരണം നടത്തുകയും സജീവമായിട്ടുണ്ടായിരുന്ന പലരും പിന്നണിയിലേക്ക് മാറുകയൊക്കെ ചെയ്തു. അതിൽ V. മുരളീധരൻ അതിലൊരു അപവാദമായി. പക്ഷെ മറ്റുള്ളവരുടെ കാര്യം നമുക്ക് നോക്കിയാൽ BJP-ക്ക് ഉള്ളിലുള്ള ഈ പടലപ്പിണക്കങ്ങൾ എന്ന് പറയുന്നത് CPM-നേക്കാൾ വളരെ മോശമാണ്. BJP-യിൽ ഐഡിയോളജിക്കലായിട്ട് ഒരു ഫൈറ്റും ഇല്ല. BJP-യിൽ അധികാര തർക്കങ്ങളാണുള്ളത്. ഇല്ല. BJP-യിൽ എന്ത് അധികാരം? BJP-യിൽ പുതിയൊരു സംസ്ഥാന പ്രസിഡന്റ് വരുമ്പോൾ ആ സംസ്ഥാന പ്രസിഡന്റ് ഒരു സെക്ഷൻ കൊണ്ടുവരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്ന അധികാരമല്ലല്ലോ. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല, ഞാനുള്ള ഈ കോൺഗ്രസിൽ ഇതേപോലെ ഞാൻ പറയുന്നത് CPM-നെ പോലും അല്ല പറയുന്നത്. കോൺഗ്രസിൽ ഇതുപോലെ അപ്പുറത്തിരിക്കുന്ന ഒരു സെക്ഷൻ നേതാക്കൾക്കെതിരെ ഇതാണ് മറ്റേതാണെന്ന് പറയുന്ന പോലെ BJP-ക്കാരും അതിലൊട്ടും പിന്നിലല്ല. എനിക്കറിയില്ല. അല്ല, ഞാൻ പറയുന്നത് അതെനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ CPM-ന് നമ്മൾ അണ്ടർസ്റ്റ് പറയുമ്പോൾ BJP വളരെ മോശമല്ല. CPM-ലെ അണ്ടർസ്റ്റ് ഈ നിങ്ങൾ ഈ പറയുന്ന BJP-ന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടല്ലോ, അതുപോലത്തെ ഒരു അണ്ടർസ്റ്റും അല്ല. കാരണം അങ്ങനെ BJP-ന്ന് എത്ര പേര് CPM പോകാൻ തയ്യാറായിട്ടുണ്ട്? ഈ BJP-യുടെ ഞാൻ പറയട്ടെ, അല്ലല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആറ്റിങ്ങൽ ഇങ്ങനെയല്ലല്ലോ വോട്ട് തരേണ്ടത്. അപ്പോൾ ഇനി അഥവാ ഉണ്ടും തെറ്റിരിക്കട്ടെ, ഇതും അതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ കൂടുതലാണെന്നല്ലേ അത് വ്യക്തമാക്കുന്നത്. ഈ അങ്ങ് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് ഞാൻ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJP-ക്ക് എല്ലാ മണ്ഡലങ്ങളിലും മിക്ക മണ്ഡലങ്ങളിലും 30% വോട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് BJP വിജയിക്കുന്നില്ല? ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. BJP-യുടെ കോർ ഐഡിയോളജി എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് പുള്ളി യാതൊരു വിധത്തിലും ഒന്നും പറയുന്നില്ല. നമ്മളോട് സംസാരിക്കുന്ന എത്രയോ നേതാക്കൾ, എത്രയോ പ്രവർത്തകർ ഹിന്ദുത്വ ഐഡിയോളജിയിൽ നിന്ന് BJP വ്യതിചലിച്ചു എന്നതിൻ്റെ പേരിൽ വളരെ സജീവമായിരുന്നവരെല്ലാം നിർജീവമായിട്ടുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇവരാരും ഹിന്ദുത്വ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പോയി CPM-ൽ ചേരാൻ പറ്റില്ല. പക്ഷെ അവരാരും BJP-ക്ക് വോട്ട് ചെയ്യില്ല. BJP ഒരു ഓൾ ഇന്ത്യ പാർട്ടിയാണ്. ഒരു പ്രസിഡന്റ് വന്നിട്ട് ഐഡിയോളജി മാറ്റി നോക്കി നിങ്ങളിങ്ങനെ പരസ്യമായിട്ട് പറയുന്നത്. പക്ഷെ കേരളത്തിൽ എന്താണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്? അല്ല, കേരളത്തിൽ എന്താണ് BJP ഒരു പാർട്ടിയുടെ ഐഡിയോളജി എങ്ങനെയാ ഒരാൾക്ക് മാറ്റിയെന്നല്ല പറഞ്ഞത്, പ്രയോറിറ്റി എന്നാണ് പറഞ്ഞത്. ഒരു പ്രയോറിറ്റി വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ലിംഗ്വ ഫ്രാങ്ക്വ അത് അദ്ദേഹം ഉപയോഗിക്കുന്നു. ആ ഇതിലൂടെ അദ്ദേഹം പറയുന്നു, അത്രേ ഉള്ളൂ. ഇത് അതല്ലാതെ BJP-യുടെ ഐഡിയോളജി മാറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ശബരിമല അദ്ദേഹം അയ്യപ്പ ജ്യോതി തെളിയിക്കാൻ അദ്ദേഹം മാറി നിന്നു. പക്ഷേ തന്ത്രി ഹോസ്പിറ്റലായപ്പോൾ അദ്ദേഹം കാണാൻ പോയി. പക്ഷെ അതിൽ BJP-യുടെ സമരം വളരെ പിന്നിലല്ലായിരുന്നോ? ആര് പറഞ്ഞു? അയ്യപ്പ ഇതിൽ BJP നേതാക്കൾ തന്നെ പറഞ്ഞു. അയ്യപ്പ നേതാവാണ് പറയുന്നത് BJP-യുടെ സമരം ഇതിൽ ഏറ്റവും എഡ്ജ് എടുക്കാൻ പറ്റുന്ന ഒരു
പൊളിറ്റിക്കൽ ഫ്രണ്ട് BJP ആണ്. ബിക്കോസ് ലെഫ്റ്റിന്റെ ആളുകൾ അതിൽ പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് സോണിയാഗാന്ധിക്കെതിരെ വരെ അലിഗേഷൻസ് ഇങ്ങനെ നിൽക്കുകയാണ്. BJPക്കാണ് അതിൽ ഏറ്റവും അപ്പർ ഹാൻഡ് ഉള്ളത്. എന്നിട്ടും BJP അത് വേണ്ട പോലെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു. ഞാൻ പറയട്ടെ ഒരു കാര്യം, BJPക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ BJPക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റും, പ്രകടനം നടത്താൻ പറ്റും, BJP സ്റ്റേറ്റ്മെൻ്റ് ഇറക്കാൻ പറ്റും. നിയമസഭ നടക്കുമ്പോൾ നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യം കിട്ടും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും അങ്ങനെ കവറേജ് കൊടുക്കുള്ളൂ. അപ്പോൾ അത് തന്നെയാണ്. അല്ല, പക്ഷേ അങ്ങനെ അല്ലാതെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതെ, അങ്ങനെ അല്ലാതെ നിയമസഭയ്ക്ക് പുറത്ത് അല്ല, ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ്. ഈ ചേഞ്ചാണ് ഞാൻ അല്ല, പറയുന്നത്. അതാ ഞാൻ പറഞ്ഞേ, ഹിസ്റ്ററി നെവർ റിപ്പീറ്റ്സ്. അതുകൊണ്ട് അന്നത്തെ സാഹചര്യം ആരെങ്കിലും അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഫാൾസ്. അതുകൊണ്ട് അന്നത്തെ സാഹചര്യം, ആ ഇഷ്യൂ ഈ ഇഷ്യൂ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊരു കൊള്ളയാണ്. മറ്റേതെന്താ, ഗവൺമെൻറ് ഒരു ആചാരത്തെ മാറ്റാൻ ശ്രമിച്ചു. ഗവൺമെൻറ് ആചാരത്തെ മാറ്റാൻ ശ്രമിക്കുന്നതും ഇത് ചില ആളുകൾ നടത്തുന്ന കൊള്ളയും. ഈ കൊള്ളയിൽ പങ്കാളികളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ചില ആളുകളുണ്ട്, ദേവസ്വം ബോർഡിലുള്ള ആളുകളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊരു ക്രൈമാണ്, മറ്റേതൊരു ക്രൈമല്ല. ഇത് രണ്ടും തമ്മിൽ പബ്ലിക്കിൻ്റെ പെർസെപ്ഷനിൽ വ്യത്യാസമുണ്ട്. ക്രൈം നടക്കുമ്പോൾ എങ്ങനെയാണ്? നിയമപരമായിട്ട് നീങ്ങണം. നിയമത്തിൽ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെതിരായിട്ട് തടയിടാൻ നടപടികൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കണം. അത് ലൈവായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാവണം. അതാണ് BJP ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ എത്ര ആഴ്ചയായിട്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒരു ആക്ടിവിറ്റി നടത്തിയിട്ടില്ലല്ലോ. ഞങ്ങളല്ലേ നടത്തുന്നത്. പിന്നെന്താ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ സംശയമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ഈ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ BJP ചെയ്യാത്തത് BJPയും CPMഉം തമ്മിലുള്ളൊരു ധാരണയുള്ളത് കൊണ്ടാണ് എന്നുള്ള കോൺഗ്രസിൻ്റെ നെറേറ്റീവ്, ആ കോൺഗ്രസിൻ്റെ നെറേറ്റീവ് സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അല്ല, സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളും ആ ട്രാപ്പിൽ വീടിരിക്കുന്നു, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നില്ലെങ്കിൽ ട്രാപ്പിൽ വീഴാൻ നിങ്ങൾക്ക് അധികാരം ഇത് പറ്റുമല്ലോ. എനിക്കങ്ങനെ കരുതുന്നതിൽ തെറ്റില്ലല്ലോ. സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് സമരം ചെയ്തതും അടി കൊണ്ടതും BJP ആണ്. അതെ, പക്ഷെ അതിന്റെ മൈലേജ് മുഴുവൻ കൊണ്ടുപോയത് കോൺഗ്രസ് ആണ്. കറക്റ്റ്. അപ്പൊ ആ പേടി കൊണ്ടാണോ BJP നമ്മൾ അടി കൊള്ളാനും വോട്ട് കോൺഗ്രസിനും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടത്? BJPയെ സംബന്ധിച്ചിടത്തോളം ശബരിമല ഇഷ്യൂ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക പ്രശ്നമാണ്, പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ഇഷ്യൂ അല്ല. അതുകൊണ്ട് BJPയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾ, അവരോടൊപ്പം നിന്നുകൊണ്ടാണ് BJP ആ ഇഷ്യൂവിൽ ഇൻവോൾവ് ചെയ്യുന്നത്. രാമജന്മഭൂമി പ്രശ്നം BJPയെ സംബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് കാര്യമില്ല, നമ്മൾ അടികൊള്ളും നാളെ. പണ്ട് കാലത്തും നമ്മൾ അടികൊണ്ടിട്ടുണ്ട്. മറ്റുള്ള ആൾക്കാർ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ജനസംഘമല്ലേ. ആർക്കാ ബെനിഫിറ്റ് കിട്ടിയത്? BJPയും ജനസംഘവും ബെനിഫിറ്റിൻ്റെ അളവ് പോലും വെച്ചിട്ടല്ല ഒരു ഇഷ്യൂവിൽ സ്റ്റാൻഡ് എടുക്കുന്നത്. നരേന്ദ്രമോദി അടക്കം പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുന്നു, അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ആർക്ക് കിട്ടുന്നു കിട്ടുന്നില്ല എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. BJP ശബരിമലയുടെ മേൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് വേണ്ടെന്ന് തീരുമാനിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആ ആംഗിളിലല്ല അത് കണ്ടത്. അല്ല, അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉള്ളതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാവുമായിരിക്കും. സ്വാഭാവികമായിട്ട് ഇലക്ഷനിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ജനങ്ങൾ തിരിച്ചറിയും. ഈ തെരഞ്ഞെടുപ്പ് ആരാണ് സീരിയസ് ആയിട്ട് സിൻസിയർ ആയിട്ട് ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇത്തവണ ജനങ്ങളോട് പറയും. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ശബരിമല പോലുള്ള വൈകാരിക വിഷയങ്ങൾക്കാണോ അതോ ഈ വികസന വിഷയങ്ങൾക്കാണോ? എല്ലാം നമ്മൾ 3 പോയിന്റ്സ് പറഞ്ഞല്ലോ. 3 പോയിന്റ്സ്: വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം. വികസിത കേരളം മാത്രമായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഫോക്കസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ പെർസെപ്ഷനാണ്. അതല്ല, അല്ലാതെ ഈ അക്ഷരം കുറച്ച് 1/2 മില്ലിമീറ്റർ വലുതാണ്, ഈ അക്ഷരം 1/2 മില്ലിമീറ്റർ ചെറുതാണ് എന്നൊക്കെ ശേഷം വരുന്ന പ്രസ് മീറ്റുകളിലാണ് കൂടുതലും സംസ്ഥാന അധ്യക്ഷൻ ഈ ഒരു മൂന്ന് വാക്കുകളിലേക്ക് 3 ടേംസിലേക്ക്. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫോക്കസ് അല്ലേ അത്. വേറെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ലോഗൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെടുത്ത് അതേ സ്ലോഗൻ എടുക്കേണ്ട കാര്യമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഓരോ സ്ഥലത്തും. ഇതിലും നമ്മൾ ഈ പറയുന്നതിലും
ഫോക്കസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഓരോ സ്ഥലങ്ങൾ വരുമ്പോൾ വരും. ഈ ഫോക്കസ് ഷിഫ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞ അടികൊള്ളാൻ BJP-യും വോട്ട് പോകുന്ന കോൺഗ്രസ് അല്ല. എന്നുള്ള വിലയിരുത്തലുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പിലെ ഫോക്കസ് ഡെഫിനറ്റ്ലി അത് പൊളിറ്റിക്കൽ ആംഗിളിലാണ്. സമരം ഇഷ്യൂ ആ ഇഷ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നമ്മൾ അനലൈസ് ചെയ്താൽ കിട്ടുന്ന ഒരു സംഭവം ഈ കോൺഗ്രസിന് അനുകൂലമായിട്ട് ക്രിസ്ത്യൻ കൺസോളിഡേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. BJP-യിലേക്ക് വന്നുകൊണ്ടിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സെഗ്മെന്റ് ആണ് ക്രിസ്ത്യൻ വോട്ടുകൾ, പ്രത്യേകിച്ചും സർട്ടൻ ക്ലാസ് ഓഫ് ക്രിസ്ത്യൻ വോട്ടേഴ്സ്. അവര് ഈവൻ തൃശ്ശൂരിൽ പോലും അവർ തിരിച്ച് കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളൊരു ചിത്രമാണ് നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് തെറ്റിദ്ധാരണ. പിന്നെ എങ്ങനെയാണ് കോൺഗ്രസ് തെറ്റിദ്ധാരണ എന്താണെന്നറിയോ? BJP-ക്ക് ക്രിസ്ത്യൻ വോട്ട് നേരത്തെ വന്നു എന്നുള്ളതാണ് തെറ്റിദ്ധാരണ. സുരേഷ് ഗോപിക്ക് ഇല്ല. സുരേഷ് ഗോപിക്ക് ഞാൻ ചോദിക്കട്ടെ, തലേ ദിവസം അടക്കം അവിടുത്തെ ആർച്ച് ബിഷപ്പ് BJP-ക്ക് എതിരായിട്ടല്ലേ സ്റ്റേറ്റ്മെന്റ് ഇറക്കി? പക്ഷേ ക്രിസ്ത്യൻ വോട്ട്സ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? ആർച്ച് ബിഷപ്പ് പറയുന്നതിനെതിരായിട്ടാണ് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാന്നല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യാനികൾ അനുകൂലമായിട്ട് ആർച്ച് ബിഷപ്പുമാർ കോൺഗ്രസിന് അനുകൂലമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എതിരായിട്ട് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തുള്ളൂ. അങ്ങനെയല്ല. അതായത് ക്രിസ്ത്യൻ വോട്ട് തൃശ്ശൂരിൽ കിട്ടി എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആര് പറഞ്ഞു? അവിടുത്തെ ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായി. അപ്പോൾ ഹിന്ദു കൺസോളിഡേഷൻ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു വലിയൊരു ജനവിഭാഗം, അതായത് BJP-യും കോൺഗ്രസും CPM ഒന്നും അല്ലാത്ത ആൾക്കാർ. കാരണം ഒരു ട്രഡീഷണൽ പൊളിറ്റീഷ്യൻ അല്ലാത്ത ഒരാൾ, ജനങ്ങളോട് ഒരു എമ്പതി ഉള്ള ഒരാൾ, ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഒരു എമ്പതി ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് വന്നാൽ അത് നന്നായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ, ആ ധാരാളം ആളുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ എന്നുള്ളതുണ്ടല്ലോ, ക്രിസ്ത്യൻ വോട്ട് കാരണമാണ് സുരേഷ് ഗോപി ജയിച്ചത്. ഇതൊരു നെറേറ്റീവാണ് പിന്നീടുണ്ടായത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി. ഇലക്ഷൻ വരെ എല്ലാവരും പറഞ്ഞത് അവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടൂല എന്നായിരുന്നു. കാരണം തലേ ദിവസം അടക്കം എന്തായിരുന്നു ആ ബിഷപ്പിൻ്റെ പേര്? ആൻഡ്രൂ സാഴത്ത് നെഗറ്റീവായിട്ടാണ് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൽ കേന്ദ്രത്തിൽ നടക്കുന്ന ക്രിസ്ത്യൻ പീഡനം ഓർമ്മിക്കണം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ പിന്നെ അല്ല, ഞാൻ പറഞ്ഞത് ഈ വന്നു തിരിച്ചുപോയി എന്ന് പറയുന്നില്ലേ, വന്നിട്ടില്ല തിരിച്ചു പോയിട്ടുമില്ല. അതുകൊണ്ട് നേരത്തെ വന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ BJP-യോട് അനുകൂലമായിട്ട് മാറും. പക്ഷേ തങ്ങളുടെ പറഞ്ഞനുസരിച്ച് ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് തങ്ങളുടെ. ഡെഫിനറ്റ്ലി BJP ഒരു ദേശീയ പാർട്ടിയാണ്, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഹിന്ദു കൺസോളിഡേഷൻ ആണോ BJP-യുടെ ഒരേ ഒരു വോട്ട് ബാങ്ക്? അല്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അതായത് കേരളത്തിലെ 52% വരുന്ന സമൂഹത്തിന്റെ വലിയൊരു ശതമാനം നമുക്ക് അനുകൂലമായിട്ട് വരുമല്ലോ. അതന്നെ പറഞ്ഞത്. ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് BJP ഹിന്ദു എന്ന് പറയുന്നത് ഒരു അപരാധമാണെന്നുള്ള ധാരണ മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു കൗണ്ടർ കൺസോളിഡേഷനാണ്. അതാണ് വരുന്നത്. കേരളം പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ ഒരു വ്യത്യാസമൊന്നുമില്ല. ഒറ്റ പോയിൻ്റേ ഉള്ളൂ, ഞങ്ങളങ്ങനെ ഹിന്ദു കൺസോളിഡേഷൻ മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ശബ്ദമായിട്ട്, അതിനെതിരായിട്ട് സീരിയസ് ആയിട്ട് ആത്മാർത്ഥമായിട്ട് നിലകൊള്ളുന്ന പാർട്ടി എന്നുള്ള നിലപാടാണ് BJP-ക്കുള്ളത്. ആ ഭീകരവാദത്തിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളാണ് സമാധാനപ്രേമികളായിട്ടുള്ള മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബൈ ആൻഡ് ലാർജ്, ഹിന്ദു സമൂഹം. ഈ 52% കേരളത്തിന്റെ ഒരു ഡെമോഗ്രാഫി വെച്ച് നോക്കിയാൽ 50-51% വരെ മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. അത് കേരളത്തിന്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് പോപ്പുലേഷൻ എടുത്തു. അതന്നെയാണ്, അത്രയേ ഉള്ളൂ. ഈ അതായത് ഞാൻ പറയട്ടെ, ഈ ടോട്ടൽ ശതമാനം വെച്ചിട്ടല്ലല്ലോ കണക്കൂട്ടുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് വോട്ട് ചെയ്തിട്ട് അതിൽ ഏറ്റവും കൂടുതൽ ശതമാനം നോക്കിയിട്ടല്ലല്ലോ തീരുമാനിക്കുന്നത്. അതൊക്കെ യു ഡി എഫ് അല്ല, കോൺഗ്രസ് ഒരു കാലത്ത് 450 സീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിനേക്കാൾ വലിയ കോൺഫിഡൻ്റ് ആയിരുന്നു ഇന്ത്യയിൽ. ആ കോൺഫിഡൻസും കഴിഞ്ഞിട്ടല്ലേ പോയത്. ഈ BJP നമ്മളൊരു ഹിന്ദു സമൂഹത്തിൻ്റെയും മറ്റും ഒക്കെ ഒരു വോട്ടും ബാക്കി അല്ലാതുള്ള മറ്റു സമൂഹങ്ങളുടെ നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ അങ്ങ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നമുക്ക് അങ്ങനെ വന്നിട്ടുമില്ല, പോകാനായിട്ട് ക്രിസ്ത്യൻ ശതമാനത്തിൻ്റെ ഒരു ട്രിക്കിൾ അതാണ് ഇപ്പം BJP-യിലേക്ക് വരുന്നത്. അതായത് ഇത്രയും കാലം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി BJP-യെ തൊട്ടുകൂടാൻ
പറ്റില്ല എന്നുള്ള സമീപനമായിരുന്നു. അത് മാറി. അത് പ്രതിഫലിച്ചിട്ടില്ലേ? പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഈ ലോക്സഭ ഇലക്ഷൻ തെരഞ്ഞെടുപ്പുകൾക്ക് ഓരോ സമയത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സ്ഥാനാർത്ഥി പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി ഇപ്പുറത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥി അനുസരിച്ച് വോട്ട്. ഞാൻ പറയുന്നത് അൺടച്ചബിലിറ്റി മാറി. ഞാൻ പറയുന്നത് അൺടച്ചബിലിറ്റി മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഞങ്ങളാരും പള്ളികളിലെ പരിപാടികൾക്ക് വിളിക്കാറില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ പള്ളികളിലെയും പരിപാടികൾക്ക് ഞങ്ങൾ വിളിക്കാറുണ്ട്. ഇതിൽ 2-3 ഘടകങ്ങളില്ലേ? ഒരു സഭാ വ്യത്യാസവും ഇല്ല. അല്ല, ഇതിൽ 2-3 ഘടകങ്ങളില്ല. മാത്രമല്ല, ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് അവർ വളരെ വളരെ വറീഡാണ് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ലീഗായിരിക്കും ഭരണം കൈയാളുന്നത് എന്നുള്ള വലിയ ആശങ്ക അവർക്കുണ്ട്. ആ ആശങ്ക ആണ് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പ്രിഡോമിനൻറ്റ് ഫീലിംഗ് ഇന്ന്. കാരണം അവരൊരു വല്ലാത്ത അവസ്ഥയിലാണ്. പക്ഷെ ആ അവസ്ഥ പോലും അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള രീതിയിലാണ് കോൺഗ്രസിന് അനുകൂലമായിട്ട് കഴിഞ്ഞ ഇലക്ഷന് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വോട്ട് പോയിരിക്കുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വേറെയാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പൊ ഈ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്ന പോലെ ക്രിസ്ത്യൻ വോട്ട് കിട്ടില്ല എന്നാണോ? ഞാൻ ക്രിസ്ത്യൻ വോട്ടിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ആൻറ്റി ഇൻകംബൻസി കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസിന് അനുകൂലമാകും എന്നുള്ള ധാരണ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ LDF ജയിക്കും. ഉദാഹരണത്തിന് ആൻറ്റി ഇൻകംബൻസി കംപ്ലീറ്റ് കോൺഗ്രസിന് എതിരാവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് BJP ജയിക്കാൻ പാടില്ലായിരുന്നു. അതേ പറയാം. ഇത് പക്ഷേ എല്ലാ കോർപ്പറേഷനിലും BJP ലീഡ് ചെയ്തു. നഗരങ്ങളിൽ മുഴുവൻ BJPക്ക് വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. കൊല്ലം കോർപ്പറേഷൻ BJP 13-14 സീറ്റ് കിട്ടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചു? കൊല്ലത്തൊക്കെ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ആരും പരിഗണിച്ചിട്ടില്ലാത്ത പാർട്ടിയാണ്. ഈവൻ കോഴിക്കോട് ഇതല്ല, ഞങ്ങൾ കുറച്ചും കൂടി സീറ്റ് കിട്ടിയേനെ. ചെറിയ മൈനർ ചില പോരായ്മകളുടെ പേരിലാണ് പോയത്. കണ്ണൂർ പോലും, കണ്ണൂരൊക്കെ ഒരു സീറ്റ് കിട്ടിയ ഭാഗ്യം എന്നുള്ള വിചാരിച്ചിരുന്ന ആൾക്കാരാണ്. അവിടെയൊക്കെയാണ് ഈ കൊല്ലത്ത് കോഴിക്കോടൊക്കെ ലെഫ്റ്റിന്റെ സ്പേസിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വളരെ എവിഡന്റ് ആണ്. അല്ല, ലെഫ്റ്റിന്റെ സ്പേസിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അതായത് കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ മൈനോറിറ്റി വോട്ടുണ്ടല്ലോ, ആ വോട്ട് ഞങ്ങളിലേക്ക്, മുസ്ലിം വോട്ട് ഞങ്ങളിലേക്ക് വന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ അല്ലാത്ത ധാരാളം വോട്ട് നമുക്ക് അനുകൂലമായിട്ട് വരുന്നു. ക്രിസ്ത്യൻ വോട്ട് നമ്മൾ മൈനസിൽ നിന്ന് ഒരു +1-ലേക്കോ +2-ലേക്കോ +3-ലേക്കോ ഒരു 6-7% വോട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ഈ ക്രിസ്ത്യൻ വോട്ടിൻ്റെ സ്ഥാനം പറയുമ്പോഴേ ഇതിൽ 2-3 ഘടകങ്ങളില്ലേ? ഒന്ന്, അങ്ങ് പറയുന്നത് BJP നേതാക്കൾക്ക് ക്രിസ്ത്യൻ സഭകളിൽ കിട്ടുന്ന സ്വീകാര്യത പറയുന്നു. ഇതിൽ ഒരു ഘടകം, എനിക്ക് തോന്നിയ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പം 10-15 വർഷത്തോ ആകാൻ പോകുന്നത് മോദി സർക്കാരിൻ്റെ ഈ ഗവൺമെൻറ്റിനെ ഒരിക്കലും ഇനി ഒഴിച്ചുകൂടാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന് സഭകൾ അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ BJP റെപ്രസെൻറ്റേറ്റീവ്സിനെയും അംഗീകരിക്കാൻ സഭകൾക്ക് നിർബന്ധിതമാകുന്നു. പക്ഷേ അതേസമയം അവരുടെ വറി ആണ് നമ്മൾ കാണുന്നത്. ഇപ്പം ഛത്തീസ്ഗഡിലായാലും മറ്റ് ഇതിലായാലും എല്ലാ ദിവസവും അവരുടെ മുഖപത്രമായ ദീപികയിലടക്കം എല്ലാ ദിവസവും ആഴ്ചയിൽ 2-3 മുഖപ്രസംഗമാണ് അവർ എഴുതുന്നത്. ക്രിസ്ത്യൻ പിതാക്കന്മാർ എന്നോട് തന്നെ പറഞ്ഞിട്ടുള്ളത്, കോൺഗ്രസ് ദീർഘകാലം ഭരണത്തിലായിരുന്നു, ഞങ്ങൾ അവരുടെ കൂടെയായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അല്ലാതെ അവർക്ക് കോൺഗ്രസിനോട് പ്രത്യേകിച്ച് താല്പര്യമോ BJPയോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ ഈ ന്യൂനപക്ഷം BJP നടക്കുന്ന ഇന്ന് രാവിലെ അല്ല, അതേ പറഞ്ഞേ, ഇന്ന് രാവിലെ ഇടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞത്, ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ഒരു ക്രിസ്ത്യൻ ഒരാൾ പറഞ്ഞു എന്നോട്, ഒരു പെന്തക്കോസ്റ്റ് ക്രിസ്ത്യൻ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് ഇടതുപക്ഷം ഞങ്ങളുടെ ആൾക്കാരുടെ ഇടയിൽ ഭീതി ഉണ്ടാക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അല്ല, അതായത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെറിയൊരു പള്ളി എന്ന് പറയുന്നത് എന്തുവാ, അവിടെ പള്ളി എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാൾ പള്ളി എന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിലുള്ളത് ഇവിടുത്തെ പള്ളിയുടെ രൂപം. അവിടുത്തെ പള്ളി എന്ന് പറഞ്ഞാൽ അതല്ല രൂപം. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പോൾ മണിപ്പൂരിനെ പറ്റിയിട്ട് നിങ്ങൾ എല്ലാവരും നടത്തുന്ന പ്രചരണം എന്താ? മണിപ്പൂരിൽ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട്.
കാരണം അവിടെ ഒരു 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 കമ്മ്യൂണൽ ക്ലാഷ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ട്രൈബൽ രണ്ട് സെക്ഷൻസ് തമ്മിലുള്ള ഒരു ക്ലാഷാണ് നടന്നത് എന്നുള്ള കാര്യം വസ്തുതകൾ അറിയുന്ന എല്ലാവർക്കും അറിയാം. ഉത്തരേന്ത്യയിൽ നടന്ന ഈ മിഷണറിമാർക്കെതിരെയും മറ്റുമൊക്കെ നടന്ന അക്രമങ്ങളെല്ലാം ഇത്തരത്തിൽ നടന്നതാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതായത് രണ്ട് ട്രൈബൽ ഫാക്ഷൻ തമ്മിലുള്ള അങ്ങനെയല്ല, അതായത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ ആ സ്ഥലത്തുള്ള അവിടുത്തെ കമ്മ്യൂണിറ്റി അതിനെ റെസിസ്റ്റ് ചെയ്തു. തദ്ദേശവാസി അതിൽ BJPയും ഒന്നുമില്ല. അവിടുത്തെ കമ്മ്യൂണിറ്റി ഞങ്ങൾ ഇത്രയും കാലം ആചരിച്ചു പോകുന്ന രീതികളും ആചാരങ്ങളും അതിൽ മാറ്റം വരുത്താൻ ഒരു ഇവിടുത്തുകാരനല്ലാത്ത ഒരാൾ, കാരണം ഈ പോകുന്നത് മുഴുവൻ പുറത്തുനിന്നുള്ള ആൾക്കാരാണ്, ലോക്കൽ ആളല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പുറത്തുനിന്നുള്ള ഒരാൾ വന്നിട്ട് പുതിയ രീതികൾ കൊണ്ടുവരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ശരിയാണ്. നിയമപരമായിട്ട് അത് പാടില്ല എന്നുള്ളത് ശരിയാണ്, ഭരണഘടനാപരമായിട്ട് അത് ശരിയല്ല. ഈ രാജ്യത്ത് എല്ലാവർക്കും മതം പ്രചരിപ്പിക്കാനും ഇതൊക്കെ ഉണ്ട്. പക്ഷേ മതപരിവർത്തനമുള്ള അവകാശമൊന്നുമില്ല എല്ലാവർക്കും. അത് ഭരണഘടന പറഞ്ഞിട്ടൊന്നുമില്ല. കൺവേർഷൻ ഈസ് നോട്ട് മൈ റൈറ്റ്. പ്രൊപ്പഗേഷൻ ഫോഴ്സ്ഡ് കൺവേർഷൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഫോഴ്സ്ഡും പാടില്ല, ഇൻഡ്യൂസ്മെൻറ്റിലും പാടില്ല, രണ്ടും പാടില്ല. വളണ്ടറിലി ആവാം, വളണ്ടറിലി അതാണല്ലോ അവിടുത്തെ പ്രശ്നം. അപ്പോൾ ഇത് നടത്തുന്നതും ആ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളല്ല. ഇവിടെ ഒരു മലയാളികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതും മറ്റൊരു സംസ്ഥാനത്തുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ റെസിസ്റ്റൻസാണ് അവിടെ ഉണ്ടാകുന്നത്. ആ സംഭവത്തെ ആൻറ്റി ക്രിസ്ത്യൻ ആണെന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. കാരണം എന്താ, കേരളത്തിൽ അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യലാണെന്ന് കോൺഗ്രസും CPM വിചാരിക്കുന്നു. ഇത് അവിടെ പ്രചരിപ്പിക്കുന്നില്ല. അല്ലെ, പള്ളിയിലച്ചന്മാർ തന്നെ, പള്ളിയിലച്ചന്മാർക്കും രാഷ്ട്രീയം ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അവിടെ അതിനും വലിയ പ്രചാരണമില്ല. ഈ സംഭവം നടന്ന സ്ഥലത്തിനേക്കാൾ വലിയ ഇഷ്യൂ ഉണ്ടാകുന്നത് കേരളത്തിലാണ്. നടന്ന സ്ഥലത്ത് ഗോവയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല. കാരണം ഗോവയിൽ ഇത് പറഞ്ഞിട്ട് ആരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. നോർത്ത് ഈസ്റ്റിൽ ഇതിനെതിരായിട്ട് സമരം നടക്കുന്നില്ല. എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം നടക്കുന്നത്? കാരണം കേരളത്തിൽ CPMഉം കോൺഗ്രസിൻ്റെയും പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഞാൻ ചോദിക്കട്ടെ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി 98% ക്രിസ്ത്യൻസ് ഉള്ള നാഗാലാൻഡിൽ എന്താ ഇതിനെതിരായിട്ട് പ്രതിഷേധം വരാത്തത്? നാഗാലാൻഡിൽ 98%, 100% ഉള്ള മിസോറാമിൽ എന്താ പ്രതിഷേധം ഇല്ലാത്തത്? ഞാൻ അവിടെയൊക്കെ പോകുന്ന ആളല്ലോ, എനിക്കറിയാം. അതായത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഒരാൾ എത്രമാത്രം വിശ്വസിക്കുന്നു ഇല്ല എന്നുള്ളത്, 4 ആൾ വിശ്വസിച്ചാൽ ആയില്ല എന്നുള്ളതാണ് ദേശാഭിമാനി അച്ചടിക്കുന്നവർ വിചാരിക്കുന്നത്. അതുപോലെ ഞാൻ പറയുന്നത് അവരുടെ ധാരണ അതാണ്. അപ്പോൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല, അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നു. അല്ല, ഞാനതല്ലല്ലോ പറഞ്ഞു. അവർ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമല്ലേ ചോദ്യം. ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും, ജനങ്ങൾ വിശ്വസിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അവർ ശ്രമിക്കുന്നു. അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കും. UDF വന്നാൽ ലീഗായിരിക്കും ഭരണം കൈയാളുക എന്നൊരു ടെൻഷൻ ഇപ്പുറത്തുണ്ട്. ലീഗ് എങ്ങനെ ഭരിക്കുന്നത് ഒരു മോശം കാര്യമാണ്. ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളത് ഭരിക്കുന്നത് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അല്ല, ഞാൻ ചോദിക്കട്ടെ, ലീഗ് ഭരിക്കുമ്പം ലീഗിൻ്റെ ഭരണം എങ്ങനെയാണെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഒരു കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്ന ഒരു സമീപനമാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും പറയുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ലീഗിനെ ഒപ്പോസ് ചെയ്യുന്നത്. അല്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ലീഗിൻ്റെ ഒരു കവേർഡ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ലീഗിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കംഫർട്ട് ലെവൽ. ആ കംഫർട്ട് ലെവൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായകരമാവും. ലീഗ് ടെറർ ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി എടുത്തു വായിച്ചു. ഞാൻ പറഞ്ഞ സെന്റൻസ് ഒന്നും കൂടി എടുത്തു വായിച്ചു. ഞാൻ പറഞ്ഞ സെന്റൻസ് അതാണ് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. ഞാനത് വളരെ കറക്റ്റായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. അത് എടുത്തൊന്നും UDF വന്നാൽ ലീഗാണ് ഭരിക്കുക എന്നുള്ള നെഗറ്റീവ് പൊതുവെ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നാണ് ക്രിസ്ത്യൻ ബിഷപ്പുമാരൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ എങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും? അല്ലെങ്കിൽ അതിനെ എങ്ങനെ? അങ്ങനെ ബിഷപ്പുമാരൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ പാമ്പ്ലാനി നമ്മുടെ ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ ബിഷപ്പുമാരും ഒരു ദിവസം
അവരുടെ ആ സമയത്തുള്ള സാഹചര്യം അനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറയും. അടുത്ത ദിവസം ആ സമയത്തുള്ള സാഹചര്യം അനുസരിച്ചിട്ടുള്ള അഭിപ്രായം പറയും. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഉത്തരം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഏതാണെന്ന് ഈ കോൺഗ്രസ് പറയുന്നത് അതിൽ വലിയ അതിലൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള അങ്ങ് പറയുന്നുണ്ടല്ലോ, കേരളത്തിൽ UDF വന്നാൽ ഒരു ലീഗിൻ്റെ അപ്രമാദിത്വമായിരിക്കും എന്നുള്ളത്. ഇതേ സാധനമാണ്. അല്ല, അങ്ങനെ ഒരു ആശങ്കയുണ്ട്. അതിൽ ആശങ്കയുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. CPM പറയുന്നത് കേരളത്തിൽ UDF വന്നാൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നിയന്ത്രണത്തിലുള്ള ഭരണമായിരിക്കും വരുന്നതെന്നാണ്. അപ്പം കോൺഗ്രസ് തന്നെ പറയുന്നത് ഈ BJPയും CPMഉം തമ്മിലുള്ള ഒരു അന്തർധാരയ്ക്ക് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇതെന്നാണ്. നിങ്ങൾ രണ്ടുപേരും യോജിക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ എതിർവശത്തിരിക്കുന്ന ഇന്നയാളാണെന്ന് പറയുമ്പോൾ ഒരേപോലെയല്ലേ നിങ്ങൾ കാണുന്നതല്ലേ. എന്ന് വെച്ചിട്ട് നിങ്ങൾ രണ്ട് തമ്മിൽ ഒരുമിച്ച് ആവണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഒപ്പീനിയൻ ഉണ്ടാവും. അല്ല, ഒരേ സ്വരത്തിൽ പറഞ്ഞതിനർത്ഥം ഞങ്ങൾക്ക് ഇൻഡിവിജ്വൽ ഒപ്പീനിയനുള്ള അധികാരമില്ലേ? ഇതിന്റെ ഒരു തുടർ ചോദ്യം, ഇന്നലെ നമ്മുടെ രമേശ് ചെന്നിത്തലയായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം CPM BJP ബാന്ധവത്തിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലാവ്ലിൻ കേസ്, പിണറായിക്കെതിരെയുള്ള ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇത്രയും തവണ മാറ്റിവെച്ചിട്ട് കണക്ക് പറഞ്ഞു. അത് മാറ്റിവെക്കുന്നത് BJP CPM ബന്ധത്തിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ, CPM BJP ബന്ധത്തിന്റെ ഇതുപോലത്തെ അന്തർധാര കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഇവർ രണ്ടുപേരും തമ്മിൽ പാറശാലക്കപ്പുറത്ത് ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ട് ഒരേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത്? അതിനേക്കാൾ വലിയ ബാന്ധവം വരെ എന്താ ഉള്ള ബാന്ധവം? അല്ല, ആ പരസ്യബന്ധമല്ലേ. ആ പരസ്യബാന്ധവത്തിന് ഇവിടെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാവില്ല എന്നാണോ? പാറശാല അതിർത്തി കടന്നാൽ ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാർ കേരളത്തിൽ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് അത് അവർ അടവ് നയം മാത്രമാണ്. അടവ് നയം മാത്രമാണെന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ പോയിന്റ്. ചോദ്യം അവിടെ എന്നാലും ബാക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ കേസ് ഇത്രമാത്രം നീട്ടിവെക്കപ്പെടുന്നത്? ലീഗൽ നമ്മുടെ രാജ്യത്ത് ഒരു കേസല്ല, അങ്ങനത്തെ എത്രയോ കേസുകൾ നീണ്ടു പോകുന്നു. അതിൽ വേറെ രാഷ്ട്രീയമൊന്നും ഇല്ല. ഒരു രാഷ്ട്രീയമില്ല. ഞങ്ങൾക്കിത് രാഷ്ട്രീയം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം CPMനെ പേടിച്ചിട്ട് നമുക്ക് നിൽക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങൾ പേടിച്ചിട്ടും നിൽക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് ഐഡിയോളജിക്കലായിട്ട് CPMൻ്റെ ഐഡിയോളജിയായിട്ട് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ല. കോൺഗ്രസിൻ്റെ കറപ്ഷനും അതുപോലെ ഈ പറഞ്ഞ വോട്ട് ബാങ്ക് പൊളിറ്റിക്സും CPMൻ്റെ ഈ അതോറിറ്റേറിയൻ അവരുടെ രീതികളും, ഇത് രണ്ടിനും ഞങ്ങൾ ഒരേപോലെ എതിർക്കും. കോൺഗ്രസിന്റെ പേടി BJPയുടെ ഒരു സ്ലോഗൻ തന്നെ കോൺഗ്രസ് മുക്ത ഭാരത് എന്നുള്ളതാണ്. അതായത് BJPയുടെ സ്ലോഗൻ അത് BJP അത് കോൺഗ്രസ് നടത്തുന്ന ഒരു പ്രചരണം. കോൺഗ്രസ് മുക്ത ഭാരതിൻ്റെ അർത്ഥം കറപ്ഷൻ ഫ്രീ ഇന്ത്യ എന്നാണ്. ആണല്ലോ. അത് സംശയം എന്താ? ആർക്കെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾ ഇത്രയും കാലം മാധ്യമപ്രവർത്തനം നടത്തിയിട്ട് നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ കോൺഗ്രസ് ഈസ് ഈക്വൽ ടു കറപ്ഷൻ, കോൺഗ്രസ് ഈസ് ഈക്വൽ ടു നെപ്പോട്ടിസം, കോൺഗ്രസ് ഈസ് ഈക്വൽ ടു ഡൈനാസ്റ്റിക് റൂൾ. അല്ലാതെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു നിലനിൽപ്പുണ്ട്. കോൺഗ്രസ് ഒരു സർക്കാർ 5 കൊല്ലക്കാലം ഒരു കറപ്ഷൻ ചാർജ് ഇല്ലാതെ ഭരിച്ച ഇന്ത്യയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അതിനല്ലേ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കെതിരായിട്ട് എന്തുകൊണ്ടത് വരാത്തത്? അവിടെ ഇവിടെയൊക്കെ BJPയുടെ ചില മന്ത്രിമാർക്കെതിരായിട്ട് വന്നിട്ടുണ്ടാവും സ്റ്റേറ്റുകളിൽ. പക്ഷേ ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ പോലെ എല്ലാ സർക്കാരിലും 4 മന്ത്രിമാർ രാജിവെക്കേണ്ടി വരിക, 4 മന്ത്രിമാർക്ക് കുഴപ്പക്കാരാണെന്ന് വരിക ഒരിക്കലുമില്ല. ഒരു ഭരണമില്ലാത്തപ്പോൾ സംസ്ഥാന BJPയിൽ വർക്കല മെഡിക്കൽ കോളേജിൽ വർക്കല ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അലിഗേഷൻ വന്നത് അത് അധികാരമായിട്ട് വന്നില്ലല്ലോ. അതല്ലേ ഞാൻ പറയട്ടെ. അതായത് കറപ്ഷൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇൻഡിവിജ്വൽസ് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ഇതൊക്കെ ആരോപണമാണ്. പിന്നെ ഈ ഒരധികാരം ഇല്ലാതെ ഞാൻ പറയട്ടെ, അതാ ഞാൻ പറഞ്ഞത്. അല്ല, അധികാരമില്ലാതെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ നടത്തിയവൻ അധിക സമർത്ഥനാണ്, അല്ലെങ്കിൽ ചെന്ന് പെട്ടവൻ അത്രയും വേണ്ടിയാണ്. അല്ലാതെ ഒരധികാരം ഇല്ലാത്ത ഒരാളെ എടുത്ത് പോയിട്ട് എന്തിനാ കറപ്ഷന് വേണ്ടി പോകുന്നത്? ഒരു കമ്മ്യൂണൽ ഇഷ്യൂ ഇല്ലല്ലോ. എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ഉള്ളത്? കർണാടകത്തിലെ സുപ്രീം കോടതിയുടെ റൂളല്ലേ അത്? കഴിഞ്ഞു, തീർന്നു, അവസാനിപ്പിച്ചു. ഇതൊന്നും കമ്മ്യൂണലല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെയൊക്കെ നമ്മൾ കമ്മ്യൂണലാണെന്ന് കാണുക. ഇതൊക്കെ അതായത് സ്കൂൾ യൂണിഫോമിൽ എല്ലാവർക്കും ഒരേപോലെ വേണം. നിങ്ങളുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു.
കോടതി അതിന് അക്കാര്യത്തിൽ എന്താണ് അന്തിമ തീരുമാനം എടുത്തത്, ആ തീരുമാനം അനുസരിച്ചിട്ട് പോയി തീർന്നു. അതിൽ കമ്മ്യൂണലൊന്നുമില്ല. രണ്ടുപേർക്കും agree ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളിലേക്ക് വരാം. അപ്പൊ തെരഞ്ഞെടുപ്പിലേക്ക് എന്തെങ്കിലും പറയുമോ? തെരഞ്ഞെടുപ്പ് വരികയാണ്. BJP ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് ലെഫ്റ്റിനായിരിക്കും. ഒബ്വിയസ്ലി ലെഫ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ട് കൂട്ടരെയും എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കാം. അതെ, എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ക്യാമ്പയിൻ? ഞങ്ങൾ ക്യാമ്പയിൻ നടത്താൻ പോകുന്നത് കേരളം സുരക്ഷിതമായിരിക്കണം, കേരളം ഡെവലപ്ഡ് ആവണം, കേരളത്തിൽ നിന്ന് കേരളം വിശ്വാസികൾക്ക് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. സുരക്ഷിതം എന്ന് പറഞ്ഞാൽ സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ടെററിസത്തിൽ നിന്ന് മുക്തമായിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിൽ സിറിയയിലേക്കും റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനമുണ്ട്? ഇപ്പോഴും നിമിഷ ഫാത്തിമ അവിടെയല്ലേ? ഉണ്ടോ ഇല്ലെന്ന് ഭഗവാനെ അറിയുള്ളൂ. 2016 അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഫെയിലിയർ അല്ലേ ഏറ്റവും വലിയ. 2016 കേരളത്തിൽ ആദ്യമായിട്ട് BJP ഒരു MLA ഉണ്ടായി. സംഭവം 2021 അതേ ആ സീറ്റ് റീടേൺ ചെയ്യാനും പറ്റില്ല. 26 കുറച്ചൊരു റിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ എത്ര സീറ്റ് വരെ അല്ലെങ്കിൽ എന്ത് പ്രാതിനിധ്യം വരെ? BJP 2 സീറ്റുള്ളപ്പോൾ ലോകം മുഴുവൻ BJP പരിഹസിച്ചിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്നു. ഒരു സീനിയർ ജേർണലിസ്റ്റ് ഹരിയാന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എഴുതിയൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചാൽ BJP ഇലക്ഷനിൽ ജയിക്കുകയും തോക്കുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. പക്ഷേ BJP ഓരോ തവണ തോൽക്കുമ്പോഴും അവർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നു. ഓരോ തവണ ജയിക്കുമ്പോഴും BJP അത് പഠിക്കുന്നു. എന്നിട്ട് കോഴ്സ് കറക്ഷൻ നടത്തുന്നു. BJP മുന്നോട്ട് പോകും. അതാണ് BJPയുടെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് അതേ പറഞ്ഞ അതുകൊണ്ട് 2016 ഒരു തവണ ജയിച്ചു, ആദ്യമായിട്ട് ജയിച്ചു. 2021 തോറ്റു. എന്തുകൊണ്ട് തോറ്റു? എന്താണ് ഇനി ജയിക്കാനുള്ള വഴി? ഇനി ജയിക്കുമ്പം ഈ ഒരു സീറ്റ് മാത്രമല്ല, കൂടുതൽ സീറ്റ് ജയിക്കാനുള്ള വഴി എന്താണ്? ഞങ്ങൾ അതിനുള്ള ഒരു കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട്. ഈ നിയമമണ്ഡലത്തെ 19 പിന്നെ 21 വരെ എത്തുമ്പോൾ ഫുൾ പെർസെൻറ്റേജ് കൂടുന്നുണ്ട്, പക്ഷെ പിന്നെ ഇങ്ങോട്ട് താഴോട്ടാണ് പോകുന്നത്. അവിടെയാണ് എൻ്റെ സംശയം. അതായത് ഞാൻ പറയട്ടെ, നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്, നിങ്ങൾ ആവശ്യം വരുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കമ്പയർ ചെയ്യും, ആവശ്യമില്ലാത്തപ്പോൾ നിയമസഭ മാത്രം പറയും. ഏത് BJPയുടെ വോട്ടിൻ്റെ കാര്യം പറയുമ്പോൾ പഞ്ചായത്തും നിയമസഭയും ലോക്സഭയും ഒക്കെ പറയും. അല്ല, ISC ഗ്രോത്ത് ഉണ്ടായ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, അവിടുത്തെ പിന്നെ മേളിലോട്ട് വന്നിട്ടില്ല. അതായത് അതിന് മുകളിലോട്ട് വരാൻ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അപ്പോഴല്ലേ വരുള്ളൂ. അതായത് നിയമസഭയും ലോക്സഭയും, ഈവൻ നിയമസഭ ലോക്സഭ പോലും കമ്പാരിസൺ നടത്തില്ല. എങ്കിൽ പോലും ഒരു വലിയൊരളവോളം കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നിയമസഭയും ലോക്സഭയും വേണമെങ്കിൽ ഒരുമിച്ച് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ഗ്രോത്ത് ഉണ്ടോ? കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ഗ്രോത്ത് എത്രയാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഗ്രോത്ത് എത്രയാണ്? ഒരു കാര്യം ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യം, കേരളത്തിൽ ക്രമാനുഗതമായിട്ട് വളർച്ചയുള്ള ഒരേ ഒരു പാർട്ടി BJPയാണ്. ബാക്കി എല്ലാവരുടെയും സ്പേസ് ഷ്രിങ്ക് ചെയ്യാണ്. കാരണം ഞങ്ങൾ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് നാച്ചുറലി ഒബ്വിയസ്ലി അവരുടെ ഇത് ഷ്രിങ്ക് ചെയ്യും. ഞങ്ങൾ വളരുന്നത് അവരുടെ സ്പേസിലാണല്ലോ. അതിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ഉണ്ടല്ലോ. ഈ വളർച്ചയെല്ലാം പറയുമ്പോഴേ കേരളത്തിലെ ജനങ്ങളെല്ലാം കാണുന്ന കഴിഞ്ഞ 5 കൊല്ലമായാലും 10 കൊല്ലമായാലും കേരളത്തിലെ ഒരു ദുരിതമുണ്ടായാലും ദുരിതാശ്വാസ പ്രവർത്തനം ഉണ്ടായാലും കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസന പ്രശ്നമുണ്ടായാലും ഇങ്ങനെ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കേന്ദ്ര സർക്കാരും അതിന് വേണ്ടി ആ സംസ്ഥാനത്തിനെതിരെ സംസാരിക്കുന്ന BJP നേതാക്കളുമാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നിങ്ങൾ 2026 തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിൽ. എനിക്ക് അതിനൊരൊറ്റ കാര്യമുള്ളൂ, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ആ കാര്യത്തിലുള്ള വിധികളെടുത്ത് വായിച്ചു നോക്കുക. കാരണം ഈ വിഷയം കേരളത്തിന് അർഹമായത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ അർഹമായത് ഉൾപ്പെടെ എന്നുള്ളതല്ലേ. ഇപ്പം എയിംസ്, വയനാട് ദുരിതാശ്വാസം, നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് എടുക്കാം. പിന്നെ കേരളത്തിൻ്റെ വിഷയം, നിങ്ങൾ ആ പാർലമെൻറ്റ് ക്വസ്റ്റ്യനിൽ റിപ്ലൈ ഒന്ന് വായിച്ചു നോക്ക്. യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല, അതിനുശേഷം പിന്നെ എങ്ങനെ പൈസ കൊടുക്കുക? അപ്പോൾ പിന്നെ അത് ഞാൻ പറയുന്നത് കേരളത്തിനെതിരല്ല. കേരളത്തിലെ ജനങ്ങളുടെ, ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതി പണം ഈ രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള സ്റ്റാൻഡാണ്. അത് ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമല്ല, ഇന്ത്യ ഉണ്ടായത് തൊട്ടുള്ള നിയമമാണ്.
യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അടുത്ത ഗഡു കൊടുക്കാൻ പറ്റില്ല. അതാരാണെങ്കിലും കൊടുക്കാൻ പറ്റില്ല. എല്ലായ്പ്പോഴും അത് ഒരു ഫ്ലഡ് ആകട്ടെ അല്ലെങ്കിൽ കോവിഡ് ആകട്ടെ ഈ വയനാട് ദുരന്തമാകട്ടെ, കേരളത്തിലെ BJP കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ സംസ്ഥാനത്തെ ഗവൺമെന്റും പ്രതിപക്ഷവും ഒരുമിച്ച് ആവശ്യപ്പെടുന്നതിന് എതിരെ നിൽക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ഭരണപക്ഷം അല്ല, അതിൻ്റെ പോയിന്റ് എന്ന് വെച്ചാൽ അല്ല, സംസ്ഥാന BJP ആവശ്യപ്പെടുന്നതല്ല. അതായത് സംസ്ഥാനത്തെ ഗവൺമെൻറ് അതിൻ്റെ റൂൾസും അതിൻ്റെ ഫോർമാലിറ്റീസും പ്രൊസീജിയറൽ കാര്യങ്ങളും ഫോളോ ചെയ്യാത്തത് കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് ഹെൽപ്ലെസ്. അതുകൊണ്ടല്ലേ പാർലമെൻറ്റിൽ ഫ്ലോർ ഓഫ് ദി ഹൗസ് ഓഫ് ദ പാർലമെൻറ്റ് അവിടെ ഇത് മറുപടി പറയുമ്പം ആ മറുപടിക്ക് ഒരു കൗണ്ടറും വരുന്നില്ലല്ലോ അവിടെ. അങ്ങനെ ഉണ്ടെങ്കിൽ പാർലമെൻറ്റിൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് പ്രിവിലേജ് മോഷൻ മൂവിയെ. പാർലമെൻറ്റിൽ മന്ത്രി കള്ളമാണ് പറയുന്നത് എങ്കിൽ വസ്തുത കോടതിയുടെ മുമ്പാകെ ഇവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പാർലമെൻറ്റിൽ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൻ്റെ ഈ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചതിന് എതിരായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങിയിട്ട് മീഡിയയിലൂടെ പബ്ലിസിറ്റി നടത്തും. പിന്നെ എല്ലാവർക്കും കിഫ്ബിയിൽ നിന്ന് ഫണ്ടും കൊടുക്കും, എല്ലാ മാധ്യമങ്ങൾക്കും. അല്ല, നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങൾ ചെന്ന് ചോദിക്കണം. ഞാൻ ഇൻഡിവിജ്വൽസ് അല്ല ഞാൻ പറഞ്ഞു. എല്ലാ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കിഫ്ബിയുടെ ഫണ്ട് അതിനു വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് അത് കൊടുക്കുന്നതെന്നുള്ളൊരു തെളിവല്ല, അവർ തീരുമാനം എടുത്തിരിക്കുക. ഞാൻ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് കിഫ്ബി ഫണ്ട് കിഫ്ബി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ അല്ലല്ലെന്ന്. അതായത് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എത്തിക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ ഇൻ്റർവ്യൂ, മാധ്യമങ്ങൾക്ക് മന്ത്രിമാരുടെ ഇൻ്റർവ്യൂ. ഞാൻ വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു. അതിന് കിഫ്ബി ഞാൻ പറഞ്ഞുതരാം. ഞാൻ കിഫ്ബിയുടെ ഞാൻ നാളെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചത് എനിക്ക് കിട്ടിയ ചോദ്യം കുറച്ചുകൂടെ ഒരു ക്ലിയർ മറുപടിക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. കാരണം വായനക്കാർക്ക് വലിയ താല്പര്യമുള്ള കാര്യം അതാ എന്താണ് 30 സീറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിലും ഞാൻ സീറ്റിൻ്റെ എണ്ണം പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടക്കം കിടക്കും, ഒരക്കമാകും, അത് 0 ആകും. അതിലെങ്കിലും നിങ്ങൾക്ക് ഉദാഹരണം ഉണ്ടാവണ്ടേ? ഒരക്കമാണോ രണ്ടക്കമാണോ BJP ഒരിക്കലും ഒരക്കമല്ല, രണ്ടക്കത്തിൽ തന്നെ ഉണ്ടാവും. 2 MLA-മാരുണ്ടാവും ഡെഫിനറ്റ്ലി. ഈ ഇലക്ഷനിൽ. ഞാൻ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, BJP ഇല്ലാത്തൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഗുണകരമല്ല. BJP ജയിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തോൽക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് MLA-മാരായിരിക്കുമല്ലോ. ആ സിറ്റിംഗ് MLA-മാരും മത്സരിക്കുന്നവരും ഒക്കെ തോക്കും. മത്സരിക്കുന്ന അധികം CPM-ന്റെ എല്ലാ സിറ്റിംഗ് MLA-മാരും തന്നെ മത്സരിക്കുന്നുണ്ട്. CPM-ന്റെ മാത്രമല്ലല്ലോ, കോൺഗ്രസിൻ്റെ ഉണ്ടാവുമല്ലോ. തോൽക്കുന്നവരിൽ കോൺഗ്രസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. എല്ലാവരും ഉണ്ടാവില്ലേ? BJP ജയിച്ചാൽ ബാക്കി എല്ലാവരും തോക്കും. സൗത്ത് കേരളയിലാണോ നോർത്ത് കേരളയിലാണോ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് BJP? സ്വാഭാവികമായിട്ടും സൗത്ത് കേരളയിൽ ഉണ്ടാവും BJPക്ക് കൂടുതൽ ഇമ്പാക്ട്. ഒബ്വിയസ്ലി തിരുവനന്തപുരത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതല്ലാതെ മറ്റെവിടെയൊക്കെയാണ് കാര്യങ്ങൾ? ഞങ്ങൾക്ക് അവിടെ വരെ ഇട്ടല്ലോ, കാസർഗോഡ് വരെ, മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വലിയ ഇമ്പാക്ട് ഉണ്ട്. അല്ല, മലപ്പുറത്ത് ഇപ്പോഴും BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമല്ല. ലീഗിന്റെ ഒരു വലിയ ഒരു അപ്രമാദിത്വം ഉണ്ട്. കമ്മ്യൂണിറ്റി അല്ല, ലീഗ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു സത്യമല്ലേ? കാരണം ബാക്കി എല്ലാവരും അത് ചെയ്യുമ്പോൾ ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നു, അവർ രഹസ്യമായിട്ട് പറയുന്നു. അല്ലല്ല, അവർ രഹസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ പരസ്യമായിട്ട് പറയുന്നു. അവർ കമ്മ്യൂണിറ്റി നോക്കിയിട്ടല്ലാതെ സീറ്റ് വിഭജിക്കുന്നുണ്ടോ? അവർ ഹിന്ദു സമൂഹത്തിലെ മാത്രമല്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ അടക്കം സഭ നോക്കിയിട്ടല്ലേ സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത്. തിരുവല്ലയിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി ആരാ, റാന്നിയിൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരാ, ആറന്മുളയിൽ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഇല്ലേ? ഇത് നിങ്ങൾ ഞാനും പറയാതിരുന്നത് കൊണ്ട് സത്യമല്ല. പിന്നെ എന്തിനാ മടിക്കണം? അതായത് ഇത് പറയാതിരിക്കുന്നതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ കാണിക്കുന്ന ഹിപ്പോക്രസി അല്ലേ ഇത്? നമ്മൾ പറയാതിരിക്കണ്ട. ഇതുകൊണ്ട് തന്നെ വേറൊരു ചോദ്യം ചോദിച്ചാൽ, BJPയുടെ ഒരു ഗ്രോത്ത് ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയാൽ കേരളത്തിന് പുറത്ത് BJPയുടെ ഒരു വളർച്ച മുഴുവനും ഇപ്പോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ്സ്, മുഖ്യമന്ത്രി അങ്ങനെ അടക്കം ടോപ്പ് ഷോട്ട്സ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ടാണ് BJP അവിടേക്ക് വളർന്നത്.
ഫോർ എക്സാമ്പിൾ. പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ ഇതുപോലെ ഈ നമ്പർ 1, നമ്പർ 2 പൊസിഷനിൽ ഇരിക്കുന്ന ആരും കോൺഗ്രസിൽ നിന്ന് ഇതുവരെ ബി.ജെ.പിയിലേക്ക് വന്നിട്ടില്ല. സമയമായിട്ടില്ല. അതെന്നാവും? എന്താണ് അതിന്റെ ഒരു അധികം കഥ? അധികം story എന്താണ്? അധികം വൈകാത്ത അത് സംശയം അല്ല, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കണം അല്ലേ? കോൺഗ്രസിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. CPM-ൽ നിന്നും CPM-ന്റെ CITU-ന്റെ കേന്ദ്ര കമ്മിറ്റി അല്ല, അത് സംസ്ഥാന ഓക്കേ. കമ്മിറ്റികളൊക്കെ വന്നല്ലോ എല്ലാം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ ചോദിച്ച പർട്ടിക്കുലർ ഡോമിനന്റ് ആയിട്ടുള്ള പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് ആൾക്കാർ വരും. ഞാൻ specifically കോൺഗ്രസ് ആണ് ചോദിച്ചത്. Because ബാക്കി എല്ലാ സ്റ്റേറ്റ്സിലും കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ടാണ് ബി.ജെ.പി വളർന്നിട്ടുള്ളത്. അല്ലല്ല, അതായത് ബാക്കിയുള്ള സ്റ്റേറ്റിലൊന്നും ബാക്കിയുള്ള സ്റ്റേറ്റുകൾ വേറെ പാർട്ടി ഇല്ലായിരുന്നു. ഞാൻ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗാളിൽ CPM ആണ് വരുന്നത്, ത്രിപുരയിൽ CPM-കാരാണ് വന്നിട്ടുള്ളത്, ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ കോൺഗ്രസ്സുകാരാണ് വന്നിരിക്കുന്നത്. കേരളത്തിൽ 2 പാർട്ടിയുണ്ട്, അതുകൊണ്ട് 2 പാർട്ടിയിൽ നിന്നും വരും. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. സമയമായിട്ടില്ലല്ലോ, സമയമായിട്ടില്ല, സമയമാകുമ്പോൾ വരും. പിന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയുള്ള ഏതെങ്കിലും നേതാക്കൾ ഉണ്ടാവും? നിങ്ങൾ കാൻഡിഡേറ്റ് ലിസ്റ്റ് വരെ വെയിറ്റ് ചെയ്യും. കാൻഡിഡേറ്റ് ലിസ്റ്റ് വരെ വെയിറ്റ് ചെയ്യും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP-ക്ക് ആയിരിക്കും വലിയൊരു റോള് എന്ന് പറയുന്നത്. ആരെ ഭരിക്കാൻ പോകുന്നു നോക്കാം, അതൊക്കെ വരട്ടെ. ഇപ്പൊ ഇലക്ഷൻ ആര് ഭരിക്കുന്നു ഇപ്പോഴേ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടല്ലേ. ഈ തെരഞ്ഞെടുപ്പിലെ ഇപ്പോഴത്തെ അസസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാ അസസ്മെന്റും പബ്ലിക്കായിട്ട് പറയണം. ഈ BJP-യുടെ ചില കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഈ BJP-യുടെ 2 ഇലക്റ്റഡ് മെമ്പേഴ്സ് വന്നു. ഒന്ന് ഓരാജഗോപാൽ സർ ആദ്യം വന്നു, പക്ഷെ അദ്ദേഹം തോറ്റു. അതിന് പല കാരണങ്ങളുണ്ടായില്ല. ഒരു കാരണം പുള്ളിക്ക് ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആ മണ്ഡലത്തിൽ ഒരു പൊതുവെ ഒരു ജനപ്രിയത മാറുകയൊക്കെ ചെയ്തു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോക്കാൻ കാരണം കോൺഗ്രസ് ജയിച്ചില്ലെങ്കിലും BJP-യെ തോപ്പിക്കണം എന്നുള്ള നിലയിൽ അവിടെ കെ മുരളീധരൻ മത്സരിച്ചു, കുറേ വോട്ട് പിടിച്ചു. BJP-ക്ക് കിട്ടുമായിരുന്നു കുറച്ച് വോട്ടുകൾ പിടിച്ചു. അതിനപ്പുറം ഇതും പറയുന്നുണ്ട്. എന്നിട്ട് 3000 വോട്ടിനെ തോറ്റുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പം അല്ലാതെ രാജഗോപാൽ ജനപ്രിയത പറഞ്ഞു എന്നൊന്നുമില്ല. രാജഗോപാലിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു. ആർക്കും അപ്രാപ്യനായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല. രണ്ടാമത്തത് അപ്പം അങ്ങനെ അത് നിഷേധിക്കേണ്ടി വരും. രണ്ടാമത്തത് സുരേഷ് ഗോപി ഇപ്പം ജയിച്ചു, അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു, വളരെ അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ ജയിച്ചു വന്നു. പക്ഷെ അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരുമാതിരി നമ്മൾ പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിൽ വളരെ സംസാരിക്കുന്നു, ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന തരത്തിൽ ഒരു മൈക്കിൽ തെറി പറയുന്നു. മറ്റേ മോനെ എന്ന് പറയുന്നു. ഇതൊന്നും സാധാരണ നമ്മളൊരു മൈക്കിൽ നിന്ന് സംസാരിക്കുന്ന വാക്കുകളല്ല. അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഒരു കേന്ദ്രമന്ത്രിയാണ്. അല്ല, ഞാൻ പറയുന്നത് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്താൻ കഴിയാത്തത്? അല്ല, അത് നിങ്ങൾ നോക്കണം. കാരണം വെച്ചാൽ ഞാൻ ആ സ്പെസിഫിക് നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ, അത് ഏത് പ്രോഗ്രാമിലാണ് സംസാരിച്ചത്, എന്തിനാണ് പറഞ്ഞത്? എയിംസിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. എയിംസ് കേരളത്തിൽ വരും മറ്റേ മോനെ എനിക്കറിയില്ല. അല്ല, വീഡിയോ യൂട്യൂബുകളിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ വീഡിയോ. അതായത് നിങ്ങളൊരു സിനാരിയോ പറയാണ്, ആ സിനാരിയോ ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത സിനാരിയോ വെച്ചിട്ട് നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് മാത്രമല്ല, എന്നാണ് ഭാര്യയെ നിർത്തിയെന്ന് ഭാര്യയെ തല്ലുന്നത് നിങ്ങൾ എന്നാ നിർത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കേണ്ടി വരും. അല്ല, അതുകൊണ്ട് അല്ല, അത് അങ്ങനെയൊന്നുമില്ല, ചട്ടക്കൂട്ടിലല്ലാതിരിക്കുന്നില്ലല്ലോ. അദ്ദേഹം BJP-യുടെ പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ മെമ്പറല്ലേ? അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയുടെ മെമ്പറാണല്ലോ. ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ മന്ത്രിസഭയിലുള്ള ഒരാൾ പാർട്ടി ചട്ടക്കൂടിലല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയുണ്ടാവും. ആ രീതി ഒരു ദിവസം കൊണ്ട് മാറാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അതിൽ ദീർഘകാലം ജനങ്ങളുടെ ഇടയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളുകളും അങ്ങനെയല്ലാതെ മറ്റ് മേഖലകളിൽ നിന്ന് വരുന്ന ആൾക്കാരും അവരവരുടെ രീതി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് ഓരോ ഇൻഡിവിജ്വലിനുണ്ടാവും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല BJP-യിൽ തന്നെയുള്ള വേറെ നേതാക്കന്മാർ സംസാരിക്കുന്നത്. കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ പ്രവർത്തനവും എൻ്റെ ശൈലിയും ഉണ്ടാവും. അത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. ഇതൊന്നുമല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണ് ശശി തരൂർ എങ്ങനെ? ഞാൻ പറയാം, എയർ ഡ്രോപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞോണ്ട് ശശി തരൂർ ന്യൂയോർക്കിൽ നിന്ന് നേരെ പാരച്യൂട്ടല്ലേ ഡ്രോപ്പ് ചെയ്യുന്നത്, അല്ലാതെ ഇന്ത്യയിൽ പോലും ഇല്ലായിരുന്നല്ലോ. ശശി തരൂർ വരുമെന്ന് താങ്കൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല പറഞ്ഞു. പക്ഷേ ബാക്കി പലരും സൂചനകൾ തരികയും പക്ഷേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. ഒരു നല്ല ക്യാച്ച് ആയിരുന്നില്ലേ BJP
അല്ല ഒരിക്കലും എന്തുകൊണ്ടല്ല? പല കാരണങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ സംശയം. എന്തുകൊണ്ടാണ് തരൂര് വരില്ല എന്ന് താങ്കൾ കരുതുന്നതുകൊണ്ടാണ്? ആ തരൂരിനെ അറിയുന്നതുകൊണ്ട്. അത് അല്ല, ഞങ്ങൾക്കറിയാൻ വേണ്ടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് തരൂരിന്റെ BJP അല്ല, തരൂര് BJP വരില്ല. അത് തരൂരിന്റെ പൊളിറ്റിക്സ് കൊണ്ടാണോ? തരൂരിൻ്റെ പൊളിറ്റിക്സ്, തരൂരിൻ്റെ രീതി, തരൂരിനെ പോലത്തെ ഒരാൾ എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള എൻ്റെ അസസ്മെൻറ്റും തരൂരുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ളതുകൊണ്ട്. തരൂരിന് വേണ്ടാത്തതുകൊണ്ടാണോ തരൂർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തരൂരിന് താല്പര്യമുണ്ടെന്ന് തരൂർ ഒരിക്കലും പറഞ്ഞിട്ടില്ല. തരൂർ പറയാത്തടത്തോളം കാലം ഞാൻ പിന്നെ വേണോ വേണ്ടോ എന്ന് പറയേണ്ട കാര്യം BJPക്ക് അപ്രാപ്യനാണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ശശി തരൂർ BJPയിൽ വരും എന്ന് ഞാൻ ഒരിക്കലും അസസ് ചെയ്തിട്ടില്ല. കാരണം തരൂരിൻ്റെ രീതികൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന രാഷ്ട്രീയ വീക്ഷണത്തിലൂടെ കാണുന്ന ഒരാൾക്ക് അദ്ദേഹം BJPയിൽ വരുമെന്ന് തോന്നാൻ പറ്റില്ല. ശശി തരൂർ കോൺഗ്രസിൽ നിൽക്കുന്നത് തന്നെയാണോ BJPക്ക് അനുകൂലമായിട്ട് വരുന്നത്? അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം എവിടെ നിൽക്കുന്നു എന്നുള്ളത് BJP പ്രധാനമന്ത്രി അല്ല, ഞാനത് ആലോചിക്കാത്തൊരു ചോദ്യമാണ്. ഞാനത് ആലോചിക്കാം. ശശി തരൂർ കോൺഗ്രസ് നിൽക്കുന്നത് BJP ഗുണമാണോ ദോഷമാണോ? ഈ കേരളത്തിലെ ഞാനിതുവരെ ആ ചോദ്യം ആ ആംഗിളിൽ ആലോചിച്ചിട്ടില്ല. അതാണ് സത്യം. ഈ കേരളത്തിൽ ഭരണത്തിൽ വരുന്നതിൻ്റെ വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചു. പക്ഷേ അതിൽ കേരളം ഒരു മുന്നണി രാഷ്ട്രീയമാണ്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഘടകകക്ഷികൾ ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് BJPയുടെ ഒരു ഇതെടുത്ത് NDAയുടെ എടുത്ത് നോക്കിയാൽ BJP കഴിഞ്ഞാൽ പിന്നെ BDJS മാത്രമാണ് അതിലൊരു പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഒരു ഏരിയയിൽ ഇപ്പോൾ സ്വാധീനമുള്ള 2020 അല്ല, ഞാൻ പറഞ്ഞ അത് ആ ഒരു ഇതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതൊക്കെ പാർട്ടികൾ. അതായത് ത്രിപുരയിൽ എന്ത് പാർട്ടി ഉണ്ടായിട്ടാണ് BJP ഭരണത്തിൽ വന്നത്? ഇപ്പോഴും അപ്പുറത്തെ പാർട്ടിയിൽ നിന്ന് കൂടെ ഇപ്പുറത്ത് ഓരോന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇത് പാർട്ടി അല്ലല്ലോ, ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങലേക്ക് എന്തുകൊണ്ടാണ് എനിക്ക് വോട്ട് കിട്ടിയത്? പാർട്ടി ഇങ്ങോട്ട് വന്നിട്ടാണ്. അവിടെ മുന്നണി കൂടുതലുണ്ടായതുകൊണ്ടാണ്. പാർലമെന്റിൽ ഒരു പാർലമെന്റ് അല്ല. എന്നാൽ പിന്നെ കഴക്കൂട്ടത്തേക്ക് എങ്ങനെ 6000 നിങ്ങൾ പറയുന്ന 30,000 43,000 കോൺഗ്രസിന്റെ അങ്ങനെയല്ല. ഇതെല്ലാം രാജഗോപാൽജി തിരുവനന്തപുരത്ത് രാജഗോപാൽജിക്ക് ലോക്സഭയിൽ കിട്ടിയ വോട്ട് എങ്ങനെയാണ്? അതായത് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കേരളത്തിൽ ഒരു ബൈ ആൻഡ് ലാർജ് കേരളത്തിൽ പാർട്ടി ബേസിസിലാണ് വോട്ട് ചെയ്യുന്നത്. ബൈ ആൻഡ് ലാർജ് എന്ന് പറഞ്ഞാൽ പക്ഷെ അപ്പോഴും ഒരു 60% വരെയൊക്കെ പാർട്ടി അഫിലിയേഷൻ, പാർട്ടി അഫിനിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോഴും പലതരത്തിൽ ആൾക്കാർ വോട്ട് ചെയ്യും. ഞാനത് അതിൽ കൂടുതൽ വിശദീകരിക്കുന്നില്ല. കാരണം CPM-നകത്ത് നിൽക്കുന്ന ആളുകൾ CPM-നോടുള്ള സ്നേഹം കൊണ്ട് BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതാണ് പറഞ്ഞത്. അതിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യില്ല. ആ വോട്ട് കോൺഗ്രസിന് പോവില്ലെന്നാണ് അങ്ങ് പറയുന്നത്. അല്ല, കോൺഗ്രസിന് പോകുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് വരുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. ഇനി അത് ഞാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ പറയാണ്. 4 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാനിത് പറഞ്ഞില്ലെന്ന് വരും. കാരണം അപ്പോഴത്തേക്ക് കുറച്ചുകൂടി ചിത്രം വ്യക്തമായി കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസമായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ ആം ഹോപ്പ്ഫുൾ. ആയിക്കോട്ടെ, അതിപ്പോൾ ഞാൻ ഇന്ന് നടത്തിയ ഇൻ്റർവ്യൂ ആണെന്ന് എനിക്ക് പറയാലോ. അതിന് തെളിവുണ്ടല്ലോ. ഞാൻ ഇന്നത്തെ സാഹചര്യം ഇപ്പോൾ അടുത്ത നിമിഷത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം നടക്കുന്നതിരിക്കട്ടെ, ഈ പറഞ്ഞതെല്ലാം പ്രസക്തമായി. രാഷ്ട്രീയത്തിൽ ഓരോ മിനിറ്റിന് പ്രാധാന്യമുണ്ട്. ഞാൻ ഇന്നത്തെ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ നാളെയാണെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ വരെ ആയിരിക്കും. കാരണം ഇന്ന് രാത്രി എന്താ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. പൊളിറ്റിക്സിൽ എവറി മിനിറ്റ് കൗണ്ട്സ്. പൊളിറ്റിക്സ് അല്ലാത്തൊരു പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മൾ നോക്കാതിരുന്നതായിരുന്നു കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ. കേരളത്തിൽ 2 പ്രബല ഹിന്ദു സമുദായങ്ങളുണ്ട്. ആ 2 സമുദായങ്ങളിലേക്കും ഇടതും വലതും മുന്നണികൾ ഇൻട്രോഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, ചിലർ ഫെയിലാകുന്നുണ്ട്. കേരളത്തിലെ ഹിന്ദു സമുദായത്തിന്റെ ഒരു വലിയ ചങ്കിലേക്ക് കയറുന്നതിന് BJPക്ക് എപ്പോഴും ഒപ്പോസ് ചെയ്ത് നിൽക്കുന്നത് മറ്റ് പാർട്ടികളല്ല, NSS എന്നൊരു ഓർഗനൈസേഷനാണ്. കാരണം NSSന്റെ പല സ്പേസിലും ഇപ്പോൾ അത് ശബരിമല മാതിരിയുള്ള വിഷയങ്ങളാകട്ടെ, അല്ലെങ്കിൽ പല വിഷയങ്ങളും ഏറ്റെടുക്കുന്നതും BJPയെക്കാളോ അല്ലെങ്കിൽ RSSനേക്കാൾ കൂടുതൽ കാര്യമായിട്ട് ഹൈന്ദവ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് NSS ആണ്. NSSനകത്തൊരു ഇൻറോഡ് ഉണ്ടാക്കുന്നതില്ല BJP ഫെയിൽ ചെയ്യുന്നുണ്ടോ? ഞങ്ങളങ്ങനെ ഒരു സാമുദായിക സംഘടനയിലും ഇൻറോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. സമുദായത്തിലേക്ക് ഞങ്ങൾ എല്ലാ സമുദായങ്ങളിലും പെടുന്ന ആളുകളെ ഒരുമിച്ച് ചേർക്കാനാണ് ശ്രമിക്കുന്നത്. ആ സമുദായ സംഘടനക്കകത്ത് ഇൻറോഡ് ഉണ്ടാക്കുക, എന്നിട്ട് ആ സമുദായ സംഘടന പിടിച്ചെടുക്കുക, അത് CPM-ൻ്റെ ശൈലിയാണ്. ഞങ്ങൾക്ക് ആ ശൈലി.
നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, ഈ രണ്ട് കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. രണ്ട് സമുദായത്തിലും പെടുന്ന ആളുകൾ ബി ജെ പിയിലുണ്ട്. ബി ജെ പിയുടെ റാങ്ക് ആൻഡ് ഫയലിലുണ്ട്, ബി ജെ പിയുടെ ലീഡർഷിപ്പ് വരെയുണ്ട്, എല്ലാ ലെവലുള്ള ലീഡർഷിപ്പിലുണ്ട്. ഈ രണ്ട് സമുദായത്തിലും ഏറ്റക്കുറച്ചിലുണ്ടാവും. ശരിയാണ്, ഏറ്റക്കുറച്ചിലുണ്ടെന്ന് ഞാൻ അംഗീകരിക്കും. ഇടയ്ക്കൊരു ചർച്ച ഉണ്ടായിട്ടുള്ളത് ഈ NSS NDP സഖ്യത്തിനെ പറ്റിയിട്ട് ഒരു ഡിസ്കഷൻ ഇടയ്ക്ക് കോൺഗ്രസ്. അങ്ങനെ ഒരു സഖ്യം പിന്നീട് അത് കഴിഞ്ഞത് ഇല്ല എന്ന രീതിയിലേക്ക് NSSന്റെ സൈഡിൽ നിന്ന് ക്ലാരിഫിക്കേഷൻ വന്നു. അങ്ങനെ ഒരു സഖ്യം തുടർന്ന് പോയിരുന്നുണ്ടെങ്കിൽ BJPക്ക് എന്തെങ്കിലും രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതൊരു പൊളിറ്റിക്കൽ സഖ്യമല്ലല്ലോ. പക്ഷേ എന്നിരുന്നാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു സഖ്യം ഉണ്ടാവും. അങ്ങനെ ഒരിക്കലും പൊളിറ്റിക്കൽ സഖ്യമായിട്ട് ഞങ്ങളതിനെ കണ്ടിട്ടില്ല. അതൊരു പൊളിറ്റിക്കൽ മൂവായിട്ടേ കണ്ടിട്ടില്ല. അത് രണ്ട് സമുദായങ്ങൾ, ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ഒരുമിച്ച് വന്നിട്ട് ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിയിരുന്നു പണ്ട് 60കളിൽ. അവർ അന്ന് ഉണ്ടാക്കിയപ്പോൾ അന്ന് ബി ജെ പി ഇല്ലല്ലോ, ബി ജെ പിക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല, അന്നത്തെ ജനസംഘത്തിനൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ ഹിന്ദു സമൂഹത്തിലെ രണ്ട് പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനകൾ അവരിപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സൗഹാർദ്ദപൂർവ്വം ഉള്ള ബന്ധം നിലനിർത്തുന്നതാണ്. ഐക്യം എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞു അവർ. പക്ഷേ സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം ഞങ്ങളത്രേ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു സമൂഹം സംഘടിതമായിട്ട് നിൽക്കുന്നത് നല്ലതാണ്. കാരണം ഹിന്ദു സമൂഹം സംഘടിതമായിട്ട് നിന്നാലേ ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനസമൂഹം, ആ സമൂഹം ദുർബലമായി കഴിഞ്ഞാൽ ചിത്രശക്തികൾ വളർന്നു വരും. അതുകൊണ്ടാണ് വിദേശത്തു നിന്ന് ആൾക്കാർ വന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അവർക്ക് കീഴടക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. ഇന്ത്യ യുണൈറ്റഡ് അല്ലാത്തത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനും അത് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ഒരു മനഃപൂർവ്വമായിട്ടൊരു ശ്രമം നടക്കുന്നുണ്ടെന്ന് അവർ കവർട്ട്ലി ശ്രമിക്കുന്നുണ്ടല്ലോ. അവർ കവർട്ട്ലി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ ഈ കേരള സ്റ്റോറിക്കെതിരായിട്ടുള്ള ഓപ്പോസിഷൻ പോലെയുള്ള സംഭവം, എല്ലാ സംഭവങ്ങളും. കാരണം ആ ശ്രമം ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ആളുകൾ എന്നുള്ള ധാരണയുണ്ടാക്കാൻ അവർ രണ്ടുപേരും തമ്മിൽ മത്സരിക്കുക. അപ്പോൾ അത് സ്വാഭാവികമായും അതവരുടെ ഒരു പൊളിറ്റിക്സാണ്. അത് എത്ര കാലം പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. Yes. കോൺഗ്രസ് വളരെ കോൺഫിഡന്റ് ആണ് അടുത്ത തവണ ഭരണത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ. അവർക്ക് ആ കോൺഫിഡൻസ് കിട്ടുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ ഒരു അപ്പർ ഹാൻഡ് ആണ്. അതെ, ആ കോൺഗ്രസിന് അപ്പർ ഹാൻഡ് കിട്ടാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് BJP വിലയിരുത്തുന്നത്? ഫസ്റ്റ് ചോദ്യം. ആ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ എന്നുള്ളത് സെക്കൻഡ് ചോദ്യം. രണ്ടും രണ്ട് തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടായിരിക്കും അപ്പർ അല്ല, അത് ഹാൻഡ്? ഓരോ സ്ഥലത്തും ഓരോ രീതിയിലല്ലേ. ഓരോ പഞ്ചായത്തിലെ സാഹചര്യം വേറെയാണ്. ഒരു പഞ്ചായത്തിൽ അപ്പർ ഹാൻഡ് കിട്ടാനുള്ള സാഹചര്യമല്ല വേറൊരു പഞ്ചായത്തിൽ അപ്പർ ഹാൻഡ് കിട്ടാനുള്ളത്. അപ്പോൾ കേരളത്തിൽ അങ്ങനെ മുഴുവനായിട്ട് പാൻ കേരള ഒരു ഇഷ്യൂ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ അപ്പർ ഹാൻഡ് ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നാണോ? അപ്പർ ഹാൻഡ്, അവരുടെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത്, ഇത്രയും വലിയ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് അവർക്ക് എത്ര സീറ്റിലാണ് അവർക്ക് കിട്ടിയത്? അവർക്ക് എത്ര സീറ്റിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അതിനെ ട്രാൻസ്ലേറ്റഡ് ടു അസംബ്ലി സീറ്റ്സ് എത്ര സീറ്റിലാണ് കിട്ടിയത്? 74. 64 ഇത് വലിയ അപ്പർ ഹാൻഡാണ്. വളരെ അതായത് അല്ല, കോൺഗ്രസ്സിന് ആത്മവിശ്വാസം, കോൺഗ്രസ് ഹരിയാന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ദിവസം ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. ഹരിയാന കൗണ്ടിങ്ങിൻ്റെ ഒരു പിന്നെ രാവിലെ 9 മണി വരെ ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഇതൊന്നും അല്ലല്ലോ. അവർ ജനറൽ നേതാക്കന്മാരൊക്കെ കൂടി ഒരുമിച്ച് കൂടിയിട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനപ്പുറത്ത് എന്ത് കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം? അല്ല, ഞാനതൊന്നും പറയുന്നില്ല. CPM-ഉം കോൺഗ്രസ്സിനും ആത്മവിശ്വാസമുണ്ടോ ആശ്വസിക്കാൻ വകയുണ്ടോ എന്നുള്ളത് അവരുടെ പ്രശ്നമാണ്. ഞാൻ എൻ്റെ കാര്യമല്ലേ നോക്കണ്ടേ.